അത് ആരാധനകളുടെ രാജാവാണ് നിസ്കാരം. ആ രാജാവായ നിസ്കാരം നിർവഹിക്കുന്നത് എങ്ങനെ ഒന്ന് ഓർത്തു നോക്കി നിങ്ങൾ. അള്ളാഹ്ക്ക് നേരിട്ട് എന്ന് പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളെ വസ്വാസാക്കുന്ന ആളുകൾക്ക് മധ്യേ നമ്മളൊന്ന് ചിന്തിക്കണം. നേരിട്ട് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഏത് സംഗതിയാണ് ഭൂമിയിലുള്ളത്? ഒന്ന് നോക്കട്ടെ. ഈ കൂട്ടത്തിൽ ആരൊക്കെയാണ് ഇപ്പോൾ അള്ളാഹിനെ കണ്ടത്? ആരോടൊക്കെയാണ് അള്ളാഹു തആല നേരിട്ട് സംസാരിച്ചത്? ആരുടെയൊക്കെ നന്മ തിന്മകളാണ് അള്ളാഹ് നേരിട്ട് എഴുതി വെക്കണത്? ആർക്കൊക്കെയാണ് അള്ളാഹു തആല നേരിട്ട് റൂഹ് പിടിച്ചിട്ട് ഒരു മരിച്ചുപോയത്? ആർക്കൊക്കെയാണ് ഇടി മിന്ന് കാറ്റ് മഴയൊക്കെ അള്ളാഹ് നേരിട്ട് നൽകിയത്? ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും നിങ്ങൾ നോക്ക്. അള്ളാഹ് നേരിട്ട് എന്ന് പറയാൻ പറ്റിയത് ഏതാ? ആയത്തുകളുടെ വെളിച്ചത്തിലും ഖുർആന്റെ വെളിച്ചത്തിലും നമ്മൾ സംസാരിക്കണം. ഹദീസുകളുടെ വെളിച്ചത്തിൽ സംസാരിക്കണം. തെളിവുകളുടെ പിൻബലത്തിൽ പറയണം. അതനുസരിച്ച് നോക്കുമ്പോൾ മായൽ മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മുടെ വലഭാഗത്ത് ഒരു മലക്കുണ്ട്, ഇടഭാഗത്തൊരു മലക്കുണ്ട്. മലക്കിനെ കൊണ്ട് റിക്കാർഡാപ്പിക്കുന്നു. മലക്ക് മുഖേനയാണ് ആ കാര്യം നടക്കുന്നത്. ഇടി മിന്നി കാറ്റ് പോലൊത്തതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്കിനാണ്, മലക്ക് മുഖേനയാണ് അക്കാര്യം നടക്കുന്നത്, അല്ലേ? റൂഹിനെ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്കിൻ്റെ പേരെന്താ? മലക്കുൽ മൗത്ത് അസ്റായീൽ. നല്ലോണം ചെല്ലിക്കോളി. ഇവിടെ എങ്ങാണ്ടും വന്ന് നിൽക്കണുണ്ടോയെന്ന് അള്ളാഹു ആലം. അങ്ങനെ ഉണ്ടല്ലോ. വേറെ ആരെങ്കിലും പേര് മാതിരി നിങ്ങളങ്ങനെ മറന്നു പോകണ്ട. മൂപ്പര് ഇവിടെ എങ്ങാനും അടയാളം വെച്ച് നിൽക്കണുണ്ടോയെന്ന് ആർക്കാ അറിയാം. നമ്മളെ കളന്തോട് കരീം ഉസ്താദ് മരിക്കുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആ വാർത്ത കേട്ടപ്പോൾ മുഹബ്ബീങ്ങളൊക്കെ ഞെട്ടിപ്പോയി. ബഹുമാനപ്പെട്ട ജിത്താരി ഉസ്താദ് ഇപ്പം ഇന്ന് പെട്ടെന്ന് മരണപ്പെട്ടു. പഴമക്കാർ പറയാറുണ്ട്, മുഹറം മാസത്തിൻ്റെ തുടക്കം ചൊവ്വാഴ്ചയായാൽ ആലിമീങ്ങൾ പലരും ദീനിന് വലിയ ആപത്ത് വരുന്ന സംഭവങ്ങൾ ഉണ്ടാകുമെന്ന്. ഈ ആഴ്ചയിൽ 3 മരണം. സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അള്ളാഹുവെ ദർജ ഏറ്റിക്കൊടുക്കണേ അള്ളാഹ്. സമസ്തയുടെ ട്രഷറർ ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, അള്ളാഹുവെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാഹ്. ആത്മീയ രംഗത്തെ ഒരു അതിശ്രേഷ്ഠനായ മഹാനാണ് കളന്തോട് ഉസ്താദ്, അള്ളാഹുവെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാഹ്. അങ്ങനെ പലരും. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം അറിയണമല്ലോ മഹാന്മാരായ എത്ര ആളുകൾ. അപ്പോൾ നമ്മളെ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആൾ ഇങ്ങനെ അടയാളപ്പെടുത്തി നിൽക്കുന്നുണ്ട്. നിങ്ങളെ പറഞ്ഞിട്ട് ബേജാറാകേണ്ട, ഇൻ്റെ തെറ്റ് കാത്തു നിൽക്കുന്നുണ്ടോ എന്ന് അറിയില്ല, അള്ളാഹു കാക്കട്ടെ. അപ്പോൾ മലക്കുൽ മൗത്ത് അസ്റായീൽ. അതാ ഞാൻ പറഞ്ഞത്, മര്യാദക്ക് ചെല്ലി മൂപ്പരെ തൃപ്തിപ്പെടുത്തി പോവുകയാണ് നമുക്ക് നല്ലത്. മനസ്സിലായോ? അള്ളാഹു നീ ഖൈർ നൽകണേ അള്ളാഹ്. അസ്റായീൽ അലൈഹിസ്സലാമിനാണ് ഏത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്? റൂഹ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എൻ്റെ റൂഹ് അള്ളാഹിനോട് നേരിട്ട്, എൻ്റെ നന്മ തിന്മകളൊക്കെ അള്ളാഹ്ക്ക് നേരിട്ട്, എനിക്ക് ഇടി മിന്നും കാറ്റും മഴയൊക്കെ അള്ളാഹിനോട് നേരിട്ട്. ഒരു സംഭവം ഉണ്ടോ? ഏതാ പിന്നെ നേരിട്ടുള്ളത്? എന്നാ ഞാൻ അള്ളാഹ്ക്ക് ചെയ്യുന്ന ആരാധന നോക്കിക്കോളും. ആരാധനകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന അല്ല, ആരാധനകളുടെ രാജാവ് അതേതാ? അത് നിസ്കാരമാണ്. ആരെങ്കിലും ഇതുവരെ അള്ളാഹ്ക്ക് നേരിട്ട് നിസ്കരിക്കണം? നിങ്ങളാരെങ്കിലും ഇതുവരെ അള്ളാഹ്ക്ക് നേരിട്ട് നിസ്കരിക്കണം? എന്തിനാണ് ഈ ചീനാടത്തെ പള്ളി ആ ഭാഗത്തേക്ക് തന്നെ ആക്കി വെച്ചത്? എന്താ അങ്ങോട്ട് തിരിച്ചാൽ ഇവിടെ അള്ളല്ലേ? അല്ല, ഈ ഭാഗത്ത് അള്ളല്ലേ? ഇല്ല. അള്ളാഹ്ക്ക് നേരിട്ടാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചാലും പോരെ. എന്തിനാ പതി പടിഞ്ഞാട്ട് തന്നെ തിരിഞ്ഞ് നിസ്കരിച്ചത്? എന്താ ഈ പടിഞ്ഞാറ് ഭാഗത്തന്നെ ഉള്ളൂ അള്ളാഹ്? അള്ളാഹ്ക്ക് നേരിട്ട് നടത്താണിച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അത്, പള്ളിയിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അത്, എവിടെ പോയി നിസ്കരിച്ചാലും ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെയും അടിമയായ എൻ്റെയും ആരാധനക്കിടയിൽ ഒരു മധ്യവർത്തിയെ നിശ്ചയിക്കണം. ഏതാണ് ആ മധ്യവർത്തി? അത് കഅബ ഷരീഫാണ്. കഅബ ഷരീഫാകുന്ന മധ്യവർത്തി മുഖേന അല്ലാതെ ആരാധനകളെ രാജാവാകുന്ന നിസ്കാരം അള്ളാഹ് സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. എവിടെ നേരിട്ട്? നേരിട്ടൊന്ന് കാണട്ടെ.
ആളുകളെ ഈമാൻ തെറ്റിക്കുന്ന ചില വാക്കുകൾ നമ്മളിൽ നിന്ന് പ്രയോഗം വന്നു പോകാൻ പാടില്ല. നേരിട്ട് ഒരു ഇബാദത്ത് എവിടെ? എന്താണ് ഈ കഅബ ശരീഫ് എന്ന് പറഞ്ഞത്? കഅബ ശരീഫിനെ മുന്നിലാക്കി ഒന്ന് നിസ്കാരത്തിൻ്റെ നിയ്യത്തൊന്ന് മനസ്സിലോ തൊള്ളോണ്ടോ എന്ന് പറഞ്ഞു നോക്കാട്ടെ. ഉസല്ലി ഫർള സ്വലാത്തുൽ ഇശാ അർബഅ റകഅ മുതവജ്ജിഅൻ ഇലൽ കഅബത്തിൽ മുകറമ ഇലൽ കഅബത്തി ശരീഫ. കഅബ ശരീഫിനെ അഭിമുഖമായി എൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയ്ക്ക് കഅബ ശരീഫിനെ നിർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ. കഅബത്തിൻ്റെ അടുത്ത് വെച്ച് നിസ്കരിക്കുക, എന്നാലും കഅബത്തിൻ്റെ ദൂരെ വെച്ച് നിസ്കരിക്കുക, എന്നാലും കഅബത്തെ അഭിമുഖമായിട്ട് ഒരു പള്ളി ഉണ്ടാക്കുന്ന സമയത്ത് സൂക്ഷ്മക്ഷാനിയായ ഗോളശാസ്ത്രത്തിൽ നല്ല പോലെ പഠിച്ചിരിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് അതിന് കിബില റെഡിയാക്കിച്ചണം. കിബില റെഡിയാക്കുമ്പോൾ അതിന് പ്രത്യേകം ഒരു നൂലിഴ പിഴക്കാതെ അത് പഠിച്ചിരിക്കുന്ന ആലിമ്യങ്ങളുണ്ട്. ആ ആലിമ്യങ്ങൾ നൂലിയെ പിഴക്കാതെ കൃത്യമാക്കിയിട്ട് അത് വെക്കും. തറപ്പണി കഴിഞ്ഞ ശേഷം ഒന്നുകൂടി വന്ന് നോക്കും പഴയ ആലിമ്യങ്ങൾ, പണിക്കാരൻ്റെ അടുത്ത് വല്ല അബദ്ധവും പറ്റിയിട്ടുണ്ടോ. അത്ര കൃത്യമായിട്ട്. എന്തേ? കുറച്ചിന് ചെരിഞ്ഞാൽ അള്ള ഉണ്ടാവൂലേ? കുറച്ച് ഇങ്ങോട്ട് തിരിഞ്ഞാൽ അള്ള അവിടെ അല്ലേ? അള്ളാഹ്ക്ക് നേരിട്ടാണെങ്കിൽ ഇങ്ങോട്ടും തിരിഞ്ഞാൽ അങ്ങോട്ടും തിരിഞ്ഞൂടെ? അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയ്ക്ക് നിസ്കാരം നിർവഹിക്കുമ്പോൾ ഒരു മധ്യവർത്തി വേണം. ഏതാണ് ആ മധ്യവർത്തി? അത് കഅബ ശരീഫ്. ഇനി ആ കഅബ ശരീഫാകുന്ന മധ്യവർത്തിക്ക് ഇസ്ലാം കൊടുക്കുന്ന ബഹുമാനം എത്രയാണ് ബഹുമാനം? ചീനാടത്ത് പ്രദേശത്ത് നിന്ന് കഅബ ശരീഫിലേക്കുള്ള ദൂരം എത്ര കിലോമീറ്ററാണ്? നമ്മളെ വിമാന കമ്പനി പറയുന്നതനുസരിച്ച് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് വിമാനത്തിൽ കയറിയാൽ പറഞ്ഞ കിലോമീറ്റർ വെച്ചുകൊണ്ട് നോക്കിയാൽ ചീനാടത്ത് നിന്ന് കഅബത്തിങ്ങൾക്ക് 6000 കിലോമീറ്റർ വേണം. 6000 കിലോമീറ്റർ അപ്പുറത്തുള്ള കഅബത്തിലേക്ക് തിരിഞ്ഞ് തുപ്പാൻ പാടുണ്ടോ മുസ്ലിമീങ്ങൾക്ക്? മൂത്രമൊഴിക്കാൻ പാടുണ്ടോ മുസ്ലിമീങ്ങൾക്ക്? കാഷ്ടിക്കാൻ പാടുണ്ടോ മുസ്ലിമീങ്ങൾക്ക്? എവിടെയാണ് കഅബ നിൽക്കുന്നത്? ഇനി അതിവിടെ ചീനാടത്തുനിന്നും കേരളത്തുനിന്നും അമേരിക്കയും കഅബ ശരീഫ് പോയിട്ട് എത്രയാണ് അകലം? ഇനി അതൊക്കെ നിൽക്കുക. നിങ്ങൾ പാതിരാവിൻ്റെ കൂരിരുട്ടിൽ ഒരാൾ താമരശ്ശേരി ചുരത്തും വന്ന് പോരുമ്പോൾ താഴോട്ട് വീണ് നിൽക്കുക. അള്ള കാക്കട്ടെ. ഓൻ ആ കാട്ടിൽ കുടുങ്ങി. പ്രത്യേകിച്ച് അപകടമൊന്നും പറ്റിയിട്ടില്ല. പടച്ചോനെ രാത്രിയായി. അപ്പം ഇവൻ വിചാരിക്കുകയാണ് ഞാൻ ഇശാ നിസ്കരിച്ചിട്ടില്ലല്ലോ. ഓ എന്ത് ചെയ്യണം? എവിടുക്കാ കിബില നോക്കിയിട്ടാ ഒരു പിടുത്തമല്ല. കിട്ടിയിടത്തോളം അറിവ് വെച്ചിട്ട് അവന് കിട്ടിയിടത്തോളം സൂത്രമൊക്കെ വെച്ചിട്ട് ഓൻ കിബില തീരുമാനിക്കാം. എങ്ങോട്ടാന്നാ തീരുമാനമായത്? അങ്ങോട്ടാന്നാ തീരുമാനമായത്. കിബില എങ്ങോട്ടാണ്. പക്ഷെ ഇവൻ്റെ അപ്പോഴത്തെ ഗവേഷണം അനുസരിച്ച് എങ്ങോട്ടാ കിട്ടിയത്? അങ്ങോട്ടാ കിട്ടി. ഇന്ന് ആ ഭാഗത്തേക്ക് മൂത്രമൊഴിക്കാൻ പിന്നെ അവന് പാടുണ്ടോ? എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടക്കുള്ള മധ്യവർത്തിയായ കഅബ ശരീഫിന് നാം കൊടുക്കേണ്ട ബഹുമാനമാണ്, നാം കൊടുക്കേണ്ട ആദരവാണ്. കഅബ ശരീഫിലേക്ക് മുന്നിട്ട് മൂത്രമൊഴിക്കാൻ പാടില്ല. കഅബ ശരീഫിലേക്ക് പിന്നിട്ട് പറ്റൂല. കഅബമുള്ള ഭാഗത്തേക്ക് തുപ്പുന്നത് അദബുകേടാണ്. കഅബത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടല്ലാതെ നിസ്കാരം പാടില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെയും നമ്മുടെയും അടക്കം നിസ്കാരം എന്ന ഇബാദത്ത് സ്വീകരിക്കണോ കഅബ ശരീഫാകുന്ന മധ്യവർത്തി മുഖേന മാത്രമേ പറ്റൂ. അതിൻ്റെ അർത്ഥം കഅബ അള്ളയാണ് എന്നാണോ? അപ്പോഴേക്ക് ശിർക്ക് വന്നോ? എന്നാ പിന്നെ ഒരൊറ്റ നിസ്കാരം ചെയ്യാവോ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പുറത്തുള്ള എല്ലാവരും ശിർക്ക് പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഅബ ശരീഫിനെ മുന്നിൽ നിർത്തിയിട്ട് നമ്മൾ കഅബത്തിങ്ങ നിസ്കരിക്കാൻ. കഅബത്തിങ്ങ നിസ്കരിക്കുന്ന സമയത്ത് കഅബ ശരീഫിനെ 7 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി. അത് കഅബത്തിന്റെ തവാഫ. ആ ചുറ്റൽ കഴിഞ്ഞിട്ട് വത്തഖദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ, ഇബ്രാഹിം മഖാമിനെ മുന്നിലാക്കി നിങ്ങൾ ബാക്കിൽ നിന്ന് നിസ്കരിക്കണം. അള്ളാഹിൻ്റെ കഅബത്തിനെ തവാഫ് ചെയ്തിട്ട് നിസ്കരിക്കാൻ. നിസ്കരിക്കുമ്പോൾ ഇതാണ് ഇബ്രാഹിം മഖാം. ഈ നിൽക്കുന്ന സ്റ്റേജ് ഇബ്രാഹിം മഖാമാണ്. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇവിടെയാണ് കഅബ ശരീഫ്. ഞാൻ നിസ്കരിക്കാൻ നിൽക്കുന്നത് ഇവിടെയാണ്. അല്ലാ എന്ന് തക്ബീർ ചൊല്ലുമ്പോൾ ഒന്ന് നേരെ മുന്നിൽ ഇബ്രാഹിം മഖാം. എന്താ ഇബ്രാഹിം മഖാം എന്ന് പറഞ്ഞാൽ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ശരീഫിൻ്റെ പണി നടത്തുമ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം സഹായിക്കാനുണ്ട്. നേതൃത്വവും നിർദ്ദേശവും ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്.
അള്ളാഹു ജല്ല ജലാലുഹു അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അതിൻ്റെ നമ്മുടെ ഭാഷയിൽ എൻജിനീയറിംഗ് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ കോൺട്രാക്ട് വർക്ക് നടത്തുന്നു. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം അതിന് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ആരെങ്കിലും വേഗം വാട്സപ്പ് പിടിച്ചിട്ട് റസൂലുള്ളാഹിനെ ഞാൻ കോൺട്രാക്ട് എന്ന് പറഞ്ഞു എന്ന് പറയണ്ട. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബിൽഡിംഗ് വർക്ക് പറഞ്ഞതാ. അപ്പം ഇരിക്കട്ടെ, ആ കഅബത്തിൻ്റെ നിർമ്മാണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കഅബ ശരീഫിൻ്റെ ഭിത്തി ഇങ്ങനെ പടുത്തു. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഉയരം പടുക്കാൻ സാധിക്കണില്ല. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ നോക്കി ഉയരങ്ങളിലേക്ക് ഈ ഭിത്തി പടുത്ത് കൊണ്ടുപോകാൻ എന്താണ് ഒരു സഹായി. അപ്പോഴാണ് സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു കല്ല് കൊണ്ടുവന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് വെച്ചു കൊടുത്തു. ആ കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. അൽ മഖാമു വൽ ഹജറുൽ അസ്വദു യാഖൂത്തും മിൻ യവാഖീത്തിൽ ജന്ന. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന 2 കല്ലുകൾ അത് കഅബ ശരീഫിലുണ്ട്. ഒന്ന് ഇബ്രാഹിം മഖാമാണ്, ഒന്ന് ഹജറുൽ അസ്വദാണ്. ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം മഖാമിനെ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ആ കല്ലിൻ്റെ മുകളിൽ ഇബ്രാഹിം നബി കയറി നിന്നു. ഇബ്രാഹിം നബി കയറിനപ്പോൾ 2 കാലിങ്ങനെ ചവിട്ടി ഉറപ്പിച്ച് നിന്നു. ഇബ്രാഹിം നബിക്ക് വേണ്ടി ആ കല്ല് താനെ പൊങ്ങി. അപ്പോൾ പടവിന് സൗകര്യമായി. ഒരു കല്ല് പടുത്തു കഴിഞ്ഞപ്പോൾ താഴെയുണ്ട് ചെറിയ മോന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചുമലിൽ കല്ലും വെച്ച് നിൽക്കണേ. അപ്പോൾ അത് വാങ്ങണ്ടേ? അപ്പോൾ ഈ ചവിട്ടി നിൽക്കുന്ന കല്ല് താനെ താഴ്ന്നു കൊടുത്തു. അപ്പോൾ മോൻ്റെ കയ്യിൽ നിന്ന് കല്ല് വാങ്ങി. അപ്പോൾ ഈ കല്ല് പൊങ്ങി. ഇബ്രാഹിം നബിക്ക് വേണ്ടി താഴുകയും പൊങ്ങുകയും ചെയ്തു എന്ന് മാത്രമല്ല, 2 കല്ല് പടുത്തപ്പോൾ പിന്നെ നിലത്തിറങ്ങി നീക്കേണ്ടി വന്നില്ല. പിന്നെ ഇബ്രാഹിം നബിനെയും കൊണ്ട് ആ കല്ല് ഇങ്ങോട്ട് നീങ്ങി. അവിടെ പടുവ് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് നീങ്ങി. അങ്ങനെ ഇബ്രാഹിം നബിക്ക് കഅബ നിർമ്മാണത്തിൽ സഹായിച്ച കല്ലിന് മുകളിൽ ഇബ്രാഹിം നബിയുടെ 2 കാൽപാദങ്ങൾ 10 വിരലും മടമ്പും ഒക്കെ അടക്കം ശരിക്ക് പതിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒഴിഞ്ഞ സമയത്ത് പോയിട്ട് ആ സ്ഫടികത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കിയാൽ കൃത്യമായി കാണാം. പ്രിയപ്പെട്ട സഹോദരന്മാർ, ആ ഇബ്രാഹിം നബിയുടെ കാൽപ്പാടുകൾ നിറഞ്ഞു നിൽക്കുന്ന അതാണ് ഇബ്രാഹിം മഖാം. അള്ളാഹ് പറയുന്നു, ഇബ്രാഹിം മഖാമിനെ മുന്നിലാക്കി, കഅബത്തിനെ അതിൻ്റെ മുന്നിലാക്കി. വത്തഖദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇബ്രാഹിം മഖാം മുന്നിൽ, കഅബം അതിൻ്റെ മുന്നിൽ. ഈ 2 മധ്യവർത്തികളെ നോക്കിക്കൊണ്ടും വെച്ചുകൊണ്ടും അല്ലാഹു അക്ബർ. ശിർക്ക് വരൂലേ? ഇവിടെ ചീനാടത്തെ പള്ളിക്കൽ ഒരാൾ വന്നിട്ട് ആ മഖാമിൽ വന്നിട്ട്, പടച്ചോനെ ഞങ്ങൾക്ക് രോഗം ശിഫയാക്കി തരണേ, പടച്ചോനെ ഞങ്ങൾക്ക് ഈമാൻ തരണേ എന്ന് പറയുമ്പോഴേക്ക് ശിർക്ക്. എന്തുകൊണ്ട്? അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അത് ജീവുള്ള ആൾ കിടക്കാണ്. ഇതോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ ഒപ്പം ഓടിയാൽ പറ്റൂലല്ലോ. കുറച്ച് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ലേശം നമ്മളെ കാര്യം ഒന്ന് ആലോചിക്കണ്ടേ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നമുക്ക് നിസ്കരിച്ച് കാണിച്ചു തന്നപ്പോൾ, ലോകം മുഴുവനും നിസ്കാരം പഠിപ്പിച്ചപ്പോൾ, ആരാധനകളുടെ രാജാവാകുന്ന കഅബ ശരീഫ്. ഇനി നിങ്ങൾ നോക്കിക്കോ, കഅബ ശരീഫിന് എന്താ പ്രത്യേകത? കഅബ ശരീഫിൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ നോക്കണം. കഅബ ശരീഫിൽ വെച്ചിരിക്കുന്ന ഹജറുൽ അസ്വദ്, കഅബത്തിൻ്റെ വാതിൽ ബാബുൽ കഅബ, കഅബത്തിൻ്റെ തൊട്ട് നിൽക്കുന്ന സ്ഥലം മുൽത്തസം, കഅബത്തിൻ്റെ റുക്നുൽ യമാനി, കഅബത്തിൻ്റെ ഹിജർ ഇസ്മായിൽ, ഓരോന്നും കഅബത്തിൻ്റെത് എത്ര ബഹുമാനമാണ്, എത്ര ശ്രേഷ്ഠമായതാണ്, എത്ര ആദരണീയമാണ്. കഅബത്തിന് നേർക്ക് തുപ്പാൻ പറ്റുമോ? കഅബത്തിന് നേർക്ക് മൂത്രമൊഴിക്കാൻ പറ്റുമോ? 25,000 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് അമേരിക്കക്കാരൻ കഅബത്തിൻ്റെ നേർക്ക് നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റുമോ? എന്തേ? അത് അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടക്ക് മധ്യവർത്തിയായി അള്ളാഹ് തന്നതാണ്. പക്ഷേ ഒരു പുതിയ വിശ്വാസക്കാരൻ ഓൻ കഅബത്തിങ്ങ ചെന്നു. കഅബത്തിങ്ങ ചെന്നിട്ട് ഇത്ര വലിയ കഅബത്തിനെന്നാ ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഓനിങ്ങനെ നോക്കി, കഅബത്തിൻ്റെ തറ അത് കരിങ്കല്ലാണ്. കഅബത്തിന് ചുമർമ പടുത്തിരിക്കുന്നത് ഇഷ്ടികയാണ്, പഴയ അല്ലേ? കഅബത്തിൻ്റെ ഇഷ്ടികയും കല്ലും ഒക്കെ ഒരുമിച്ച് കൂട്ടിയപ്പം അതിനെ കൂട്ടിച്ചേർത്തത് വെള്ളവും സിമൻറ്റും മണലും ഒക്കെ കൂട്ടിക്കുവച്ചിട്ടാണ്. കഅബത്തിന് മുകളിൽ വിരിച്ചിരിക്കുന്ന വിരി അത് നൂലിൻ്റെ തുണി തന്നെയാണ്. അപ്പോഴാണ് ഇവനൊരു പുതിയ ഓർമ്മ വന്നത്. എന്താണ്? ഇനി ഞാൻ നാട്ടിൽ പോയാൽ നിസ്കാരം കഅബത്തിങ്ങൾക്കില്ല. എന്ത്? എൻ്റെ വീടും കഅബ ശരീഫും ഒരേ മാതിരി തന്നെയാണ്. എന്ത്? എൻ്റെ പേരിൻ്റെ കല്ലും തറക്കല്ല് തന്നെയാണ്, കരിങ്കല്ല് തന്നെയാണ്.
ഇതിൻ്റെ പെരക്കും ഇഷ്ടിക തന്നെയാണ്. അതിമ കൂട്ടിക്കുഴച്ചത് സിമെൻറ്റും വെള്ളമാണ്. അപ്പോഴോ എന്നിട്ട് അയക്കൊരു സാധാരണ കൂട്ടിക്കൊടുത്താൽ മതി. ഇനി അയക്കുവാൻ എന്തേ വേണ്ടുള്ളൂ? ഒരു സാധാരണ. കഅബത്തിൻ്റെ കല്ല് സാധാരണ, ഇൻ്റെ കല്ലും സാധാരണ, കഅബത്തുമ്മ ഇഷ്ടിക വെച്ചത് സാധാരണ, ഇതും സാധാരണ, ആ മണൽ സാധാരണ, ഇത് സാധാരണ, അതിൽ കൂട്ടിക്കുഴച്ച വെള്ളം സാധാരണ, ഈ വെള്ളം സാധാരണ. ഒരു സാധാരണയും കൂടിയാണ് കൂട്ടിയാൽ ഓൻ്റെ വീടും കഅബ ശരീഫും ഒരേ മാതിരിയായി. ഇവർക്കാണ് വഹാബികൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടിക്കോളി, വേണ്ടെങ്കിൽ കൂടണ്ട. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് ഇപ്പം നമ്മളെ മുമ്പിൽ പഠിപ്പിക്കപ്പെടുന്ന സലഫികൾ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഞാൻ വീണ്ടും പറയാം നിങ്ങൾക്ക്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ആരാധനയുടെ ഖിബില കഅബ ശരീഫ്. ഇനി ഈമാനിൻ്റെ ഖിബില ഏതാ? ഈമാനിൻ്റെ ഖിബില ഏതാ? ഡയറക്റ്റ് അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഅ്മിനായ ഒരാൾ ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? ആരാളുള്ളത്? എന്നാൽ ഓലൊന്ന് പറയട്ടെ. മുഅ്മിനീങ്ങൾക്കുള്ള ഈമാനിൻ്റെ ഖിബില മുഹമ്മദ് മുസ്തഫ. കഅബ ശരീഫ് മുഖേനയാണ് ആരാധന പോകുന്നതെങ്കിൽ ഈമാൻ പോകുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈമാനിൻ്റെ ഖിബില ആരാണ്? മുഹമ്മദ് മുസ്തഫ. ഈമാനിൻ്റെ ഖിബില മുഹമ്മദ് മുസ്തഫ. മുത്ത് നബി തങ്ങൾ മുഖേനയല്ലാതെ ഒരു ഈമാനുണ്ടോ? കഅബ ശരീഫ് മുഖേനയല്ലാതെ ഇബാദത്തുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഅബത്തിൻ്റെ കല്ല് സാധാരണ, റസൂലുള്ളാഹിൻ്റെ മുടി സാധാരണ, കഅബത്തിൻ്റെ ഭിത്തി സാധാരണ, റസൂലുള്ളാഹിൻ്റെ കയ്യും കാലും ഒക്കെ സാധാരണ. കഅബത്തുമ്മ വിരിച്ചിരിക്കുന്നതൊക്കെ സാധാരണ തുണി, റസൂലുള്ളാഹിൻ്റെ തൊലി സാധാരണ. ഒരു സാധാരണ ഇതിൻ്റെ ഒപ്പാണ് വെച്ചു കൊടുത്താൽ എന്ത് സൗകര്യമായി. നഊദു ബില്ലാഹ്, റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാൻ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പക്ഷെ അത് പൂർത്തിയാകണോ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈമാൻ എന്നത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പൂർത്തിയാകണോ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏതെങ്കിലും ലോകത്ത് ഏതെങ്കിലും കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ഈമാനായതുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദമു നബിയുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയ്ക്ക് അള്ളാഹ് നിശ്ചയിച്ചു തന്ന മധ്യവർത്തി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും എവിടെ വെച്ചുകൊണ്ടും മുഹമ്മദ് മുസ്തഫ ത്വാഹ റസൂലുള്ളാഹി ഷഫീഉനാ റസൂലുള്ളാഹി. അല്ല, എന്താ അവിടുന്ന് ഒരു സൗണ്ട് കേൾക്കണേ? എന്താണ്? വഹാബികളെ പള്ളിക്കൽ ഇന്ന് സ്വലാത്താണ്. നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു ഒച്ച കേട്ടുക്കണോ? ഇല്ല. എന്തുകൊണ്ട്? മുത്ത് നബിയെ പറ്റി ഈമാൻ വേണം. അപ്പം മുഹമ്മദ് മുസ്തഫ ലോകത്ത് എവിടെ പോയിട്ട് പറഞ്ഞാലും, കഅബ ശരീഫിൽ ഹജ്ജിനും ഉംറക്കുമൊക്കെ പോകുമ്പോൾ നിങ്ങൾ നോക്ക്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്, മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്, എല്ലാ രാഷ്ട്രത്തിൽ നിന്നും വന്നവർ ഹജ്ജിൻ്റെ സമയത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ ഒരുപാട് നാട്ടുകാരെ നോക്കിയിട്ടുണ്ട്. അവരൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുമ്പോൾ ഹബീബുന മുഹമ്മദ് മുസ്തഫ, അപ്പോഴേക്കും സ്വലാത്ത് ചൊല്ലി. ആ സ്വലാത്ത് വരാത്ത വിഭാഗം നമ്മളെ നാട്ടിലെ മുജാഹിദുകളാണ്, നമ്മളെ നാട്ടിലെ വഹാബികളാണ്, നമ്മളെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഒന്ന് പഠിച്ചു വെച്ചോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അവരാരും നമ്മളെ വീട്ടിൽ നിന്ന് തേങ്ങ കെട്ടുകൊണ്ടുപോയതല്ല, അവരാരും നമ്മളുമായിട്ട് വേറെ പ്രശ്നമുള്ളതല്ല. പിന്നെയോ, ദീൻ നമുക്ക് പഠിപ്പിച്ചെന്ന റൂട്ട് തെറ്റിച്ചിട്ട് നമ്മുടെ ആളുകളെ ഈമാൻ തെറ്റിക്കുകയാണ്. മുഹബ്ബീങ്ങളായ ആളുകൾ നിങ്ങൾ നോക്കണം. ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ ഖിബലയാക്കി നിശ്ചയിച്ചു. നബി തങ്ങൾ മുഖേന അള്ളാഹുവിലേക്ക്, കഅബ ശരീഫ് മുഖേന അള്ളാഹുവിലേക്ക്. ആരാധനൻ്റെ ഖിബല കഅബ ശരീഫ്, ഈമാനിൻ്റെ ഖിബല മുഹമ്മദ് മുസ്തഫ. ഈ രണ്ട് ഖിബലയെ മധ്യവർത്തിയാക്കിയിട്ടല്ലാതെ മുസ്ലിമീങ്ങൾക്ക് നേരിട്ടൊരു ഈമാനില്ല, നേരിട്ടൊരു ആരാധനയില്ല. ഒരു അടിത്തറ നമ്മൾ ഓർമ്മിച്ച് പഠിക്കണമല്ലോ.
ഞാൻ സാധാരണക്കാരായ ആളുകളോട് ചിന്തിക്കാൻ വേണ്ടി പറയാം. കുറേ കിതാബും കുറേ തഫ്സീറും ഒന്നും നമ്മളാരും ഓതിയിട്ടില്ല അല്ലേ? അതൊക്കെ കൂടെ ഒന്നും ഇപ്പോൾ നമ്മക്കോട്ട് ഓർമ്മയില്ല. നമ്മളതായ അള്ളാഹു തആല തന്നിരിക്കുന്ന ഒരു ബുദ്ധി കൊണ്ട് ആലോചിക്കാനുണ്ടല്ലോ. അതുകൊണ്ട് ചിന്തിച്ചു നോക്കൂ മുഅ്മിനുകളെ, നേരിട്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് ഒരു നേരിട്ട ആൾക്കാർ, നേരിട്ട് അള്ളാഹ് റൂഹ് പിടിക്കുന്നില്ല, നേരിട്ട് അള്ളാഹ്ക്ക് ഒരു ഈമാനില്ല, നേരിട്ട് അള്ളാഹുവിലേക്ക് ഒരു സംഗതിയുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, നമ്മളോട് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നത്, അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, നബിയേ എനിക്ക് ജനങ്ങളോട് ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. അള്ളാഹു തആലയാകുന്ന ഉടമസ്ഥനെ അടിമകളായ നമ്മളോട് ഏറെ കാര്യം പറയാനുണ്ട്. ഉണ്ടോ? അല്ലേ? ഉണ്ട്. പക്ഷെ നിങ്ങളോട് നേരിട്ട് പറഞ്ഞോ? നിങ്ങളോട് എന്നേ അള്ളാഹ് വർത്താനം പറഞ്ഞു? ആരോടെ അള്ളാഹ് നേരിട്ട് സംസാരിച്ചത്? അള്ളാഹു തആലക്ക് അടിമകളോട് എന്തൊക്കെ കാര്യം പറയാനുണ്ടോ അത് മുഴുവനും പറയാൻ നബി മുഹമ്മദ് മുസ്തഫ വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്താണ്? ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ. നബിയെ ഉമ്മത്തുകൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാനുള്ളത് അല്ലാഹു തആല പറയുകയാണ്. എനിക്ക് ജനങ്ങളോട് പറയാനുള്ള എൻ്റെ തൗഹീദ് ഞാൻ പറയലല്ല, തങ്ങൾ പറയലാണ് എനിക്കിഷ്ടം. എൻ്റെ തൗഹീദ് ജനങ്ങൾ അറിയേണ്ടത് നിങ്ങളെ നാവ് കൊണ്ടാവട്ടെ. നബിയെ കുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, കുൽ നബിയെ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, കുൽ നബിയെ തങ്ങൾ ഉത്ബോധിപ്പിക്കുക, കുൽ നബിയെ തങ്ങൾ ഉണർത്തിക്കൊടുക്കുക. ഒക്കെ ആരെ ഏൽപ്പിച്ചത്? റസൂലുള്ളാഹിനെ. നബി തങ്ങളെ പറ്റി ഒരു വിശ്വാസക്കുറവ് ആർക്കില്ല? അള്ളാഹ്ക്കില്ല. അതുകൊണ്ടല്ലേ എല്ലാം ഏൽപ്പിച്ചത്. നമ്മളെ ചില ആൾക്കാർക്ക് എല്ലാം കൂടി ഇപ്പോൾ റസൂലുള്ളാഹിനോട് പറഞ്ഞാൽ നടക്കൂലേ? എന്തുകൊണ്ട്? നബി തങ്ങളൊരു സാധാരണ. അപ്പം നമ്മളീ പറഞ്ഞതൊക്കെ പാടെ അള്ളാഹിനോട് പറയാൻ നബി തങ്ങൾ മറന്നാലോ? ചിലത് കേട്ടില്ലെങ്കിലോ? ഞമ്മക്കാണ് ഇപ്പോൾ ഇതൊക്കെ സംശയം. അള്ളാഹു തആലക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാം ഏൽപ്പിച്ചു. കുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളോട് സംസാരിക്കാനുള്ള എല്ലാം നമ്മളോട് പറയാൻ ആരെയാണ് ഏൽപ്പിച്ചത്? അള്ളാഹു തആല റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചു. നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടക്കുള്ള മധ്യവർത്തി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലോകം അള്ളാഹുവിലേക്ക് ഒരു അപേക്ഷ സമർപ്പിക്കുക. എങ്ങനെ സമർപ്പിക്കൽ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപേക്ഷ അള്ളാഹുവിലേക്ക്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ആര് മുഖേന? റസൂലുള്ളാഹി തങ്ങൾ മുഖേന. ഇങ്ങോട്ട് കിട്ടിയത് എങ്ങനെ? ഇങ്ങോട്ട് കിട്ടിയത് അള്ളാഹു തആല റസൂലുള്ളാഹി മുഖേന, അങ്ങോട്ട് റസൂലുള്ളാഹി അള്ളാഹുവിലേക്ക്. ഇതല്ലേ തൗഹീദ്? ഇത് മനസ്സിലാക്കാൻ കുറേ ആലോചനയൊക്കെ വേണോ? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമുക്ക് ഇങ്ങോട്ട് ആവശ്യമുള്ളതൊക്കെ സക്കാത്ത് അള്ളാഹു ഇങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു റസൂലുള്ള മുഖേന. നോമ്പ് റസൂലുള്ള മുഖേന. ഏതാണ്? എല്ലാ സംഗതിയും റസൂലുള്ള മുഖേന. അതുകൊണ്ട് അങ്ങോട്ട് ചെയ്യുന്ന എല്ലാം ബാങ്കാണ്, വിളിക്കാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉടനെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഖുതുബയാണ്, ഓതാണ് അൽഹംദുലില്ലാഹ്, ഉടനെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. എവിടെ ഇല്ലാത്തത്? എൻ്റെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാർ, സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിനെ നാം കാത്തു സൂക്ഷിക്കണം കേട്ടോ. വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. അഹ്ലു സുന്നത്തി വൽ ജമാഅ അത് അമ്പിയാക്കളുടെ റൂട്ടാണ്, അത് സ്വഹാബാക്കളുടെ വഴിയാണ്, അത് ഔലിയാക്കളുടെ വഴിയാണ്, അത് ആലിമീങ്ങളുടെ വഴിയാണ്. അല്ലാഹ് നബിയാണെന്ന് ബോധ്യപ്പെടുത്താൻ, നബിയാണെന്ന് ഉമ്മത്തുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അല്ലാഹു തആല ചില അടയാളങ്ങൾ അത് സ്വഹാബത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. മസ്ജിദുൻ നബവിയിൽ പോയാൽ, മദീനത്തെ പള്ളിയിൽ പോയാൽ ബാബുർ റഹ്മ എന്നൊരു വാതിൽ മദീനത്തെ പള്ളിക്കുണ്ട്. മദീനത്തെ പള്ളിക്ക് ഒരു സൈഡിൽ 3 വാതിലാണ്. ഒന്ന് ബാബു ജിബ്രീൽ, അതിൻ്റെ അപ്പുറത്ത് ബാബു നിസ, അതിൻ്റെ ഇപ്പുറത്ത് ബാബുൽ ബക്കീർ. ജന്നത്തുൽ ബക്കീലേക്ക് ഇറങ്ങണം അവിടെ. ഇങ്ങേ ഭാഗത്ത് 3 വാതിൽ. ഒന്ന് ബാബു സലാം, റസൂലുള്ളാഹിക്ക് സലാം പറയാൻ പോണ വാതിൽ. അത് കഴിഞ്ഞാൽ ബാബു സിദ്ദീഖ് തങ്ങളെ വീടുണ്ടായിരുന്ന ആ ഭാഗത്തെ വാതിൽ. അത് കഴിഞ്ഞാൽ ഒരു വാതിൽ കാണാം, ബാബുർ റഹ്മ. എന്താ അതിന് പേര്? ബാബുർ റഹ്മ. എന്താണ് ബാബുർ റഹ്മയുടെ പ്രത്യേകത? നബി തങ്ങൾ നബിയാണെന്ന് സ്വഹാബാക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ചില രംഗങ്ങളുണ്ട്. ആ രംഗത്ത് അല്ലാഹു തആല ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്.
സാധാരണ എന്നല്ല. നബി തങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രീതി കണ്ടോ. ഒരു വെള്ളിയാഴ്ച നബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ ഖുതുബ നിർവഹിക്കുകയാണ്. ആ ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, വെള്ളമില്ലാതെ വിഷമിച്ചല്ലോ. പുല്ലുകളൊക്കെ ഉണങ്ങിപ്പോയി, ചെടികളൊക്കെ ഉണങ്ങിപ്പോയി, കൃഷികളൊക്കെ ഉണങ്ങിപ്പോയി. അല്ലാ, വെള്ളം കുടിക്കാൻ കിട്ടാനില്ലാതെ മൃഗങ്ങളൊക്കെ ചത്തുപോകാൻ പോവുകയാണ്, പക്ഷികളൊക്കെ ഉണങ്ങിക്കരിഞ്ഞ് വീഴുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലേ, ഉമ്മമാരുടെ മുലയിൽ പാലില്ല, കുട്ടികളൊക്കെ മുലപ്പാല് കിട്ടാതെ മരിച്ചു പോവുകയാണ് നബിയേ. അത്രത്തോളം കാര്യം ഗൗരവത്തിലാണ്. അതങ്ങ് പറഞ്ഞപ്പോൾ സ്വഹാബാക്കളൊക്കെ നോക്കി നിൽക്കാണ്. ആകാശത്ത് എവിടെയും ഒരു കാർമേഘമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാനിന്റെ ഖിബലയായി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന മധ്യവർത്തിയാണ് മുഹമ്മദ് മുസ്തഫ. നബി തങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അല്ലാഹു തആല ആ സ്വഹാബി അതങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി മിമ്പറിൽ വെച്ചുകൊണ്ട് കൈ ഉയർത്തി, അല്ലാഹുമ്മ സ്ഖിനൽ ഗൈസ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. അല്ലാഹുവേ, മഴ തരണം. അല്ലാഹുവേ, നിന്റെ സഹായമാകുന്ന റഹ്മത്ത് കിട്ടണം. ആ റഹ്മത്തിൻ്റെ മഴ നബി തങ്ങളങ്ങ് ചോദിച്ചപ്പോഴേക്കും കഥാ മദീന നാട്ടിൽ കാർമേഘം കനത്തു നിന്നു. നബി തങ്ങൾ ഖുത്ബ നിർവഹിച്ചു, റസൂലുള്ളാഹി ജുമുഅ നിർവഹിച്ചു. ജുമുഅ കഴിഞ്ഞ് ആളുകൾ പള്ളിയിൽ ഇറങ്ങിയപ്പോഴേക്കും അതാ കുടുകുടാ മഴ പെയ്തു. മഴ കൊണ്ടുകൊണ്ടാണ് ആളുകൾ വീട്ടിലേക്ക് പോകുന്നത്. അല്ലാ, മഴ അങ്ങോട്ട് പെയ്തിട്ട് ഒരാഴ്ച നീണ്ടു നിന്ന മഴ തന്നെ. ഒരാഴ്ച നീണ്ടു നിന്ന മഴ. ആ മഴ ഇങ്ങനെ ശക്തിയായി ഒരാഴ്ച നിലന്ന് മഴ പെയ്തു. സുബ്ഹാനല്ലാഹ്. പിറ്റേത്തെ വെള്ളിയാഴ്ച ജുമുഅക്ക് ആ സ്വഹാബിയോ അല്ലെങ്കിൽ മറ്റൊരു സ്വഹാബിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇതേപോലെ ഖുത്ബ നടക്കുമ്പോൾ പറഞ്ഞു, നബിയേ, ആകെ വെള്ളപ്പൊക്കമായിട്ടുണ്ട് നബിയേ. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു വാങ്ങിയതാണ് മഴ. ആ മഴ വേണോ വേണ്ടേ, ഇനി എവിടേക്കാണ് ആ മഴ പറഞ്ഞയക്കേണ്ടത്, അത് ആര് തന്നെ തീരുമാനിക്കണം? റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറയണം. അല്ലാഹു തആലാന്റെ റസൂലുള്ള ചോദിച്ചു വാങ്ങിയ മഴ നബി തങ്ങൾ പറയുന്നത് വരെ പെയ്തു. രണ്ടാമത്തെ വെള്ളിയാഴ്ച ആ സ്വഹാബിയോ അല്ലെങ്കിൽ മറ്റൊരു സ്വഹാബിയോ ആവശ്യപ്പെട്ടു, നബിയെ, ആകെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൈ ഇങ്ങനെ കാട്ടിയിട്ട് അല്ലാഹുമ്മ അലൽ ജിബാലി വൽ ആകാം, അല്ലാഹുവേ, കാടുകളിലേക്കും പർവ്വതങ്ങളിലേക്കും കുന്നുകളിലേക്കുമൊക്കെ മഴനെ പറഞ്ഞയക്കണം. ഞങ്ങൾക്കിനി നാട്ടിൻ പുറങ്ങളിൽ വീട് കെട്ടി താമസിക്കുന്ന സ്ഥലത്ത് ഇനി വെള്ളം ആവശ്യമില്ല. അലൽ ജിബാലി വൽ ആകാം, പർവ്വതങ്ങളിലേക്കും കുന്നുകളിലേക്കുമൊക്കെ മഴ നീങ്ങിക്കോട്ടെ. അപ്പം എന്താണ്, വെള്ളം മുഴുവനും നിൽക്കാൻ പറ്റൂല. മലയിൽ മഴ പെയ്തിട്ട് വെള്ളം അവിടെ സ്റ്റോക്ക് ചെയ്യണം. അതിവിടെ ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. നോക്കി നിൽക്കുന്ന സ്വഹാബാക്കൾ പറയുന്നു, നബി തങ്ങൾ ചോദിച്ചപ്പോൾ കാർമേഘം വന്നു. നബി തങ്ങൾ കൈ കാണിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചപ്പോൾ മഴ എങ്ങനെ നീങ്ങിപ്പോകുന്നത് ഞങ്ങൾ കണ്ടു. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഈമാനിൻ്റെ ഖിബലയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഈമാനിൻ്റെ ഖിബലയാണ് മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾ മുഖേന അല്ലാതെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ അല്ലാഹുവിലേക്ക് അടുക്കാൻ മാർഗമില്ല. അതുകൊണ്ടാണ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി. അല്ലാഹുവിൻ്റെ റസൂലേ, സ്വലാത്തും സലാമും അവിടത്തേക്ക് അർപ്പിച്ചുകൊണ്ട് അവിടത്തോട് ഞങ്ങൾ പറയുന്നു, ഖുദ് ബി ഐദീനാ, ഞങ്ങളെ കൈ പിടിക്കണേ നബിയേ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടക്ക് അള്ളാഹ് നിശ്ചയിച്ചു തന്ന ഈമാനിൻ്റെ ഖിബലയാകുന്ന മുഹമ്മദ് മുസ്തഫ. നേരത്തെ ഒരു ചങ്ങായി കഅബത്തിങ്ങ പോയിട്ട് നോക്കിയിട്ട് കഅബത്തിൻ്റെ കല്ല് സാധാരണ കല്ല്, കഅബത്തിൻ്റെ ഇഷ്ടിക സാധാരണ എന്ന പോലെ നബിതങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് നബിതങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ, അത് കുഫ്രിയത്താണ്. ഈമാൻ തെറ്റിപ്പോകുന്ന പദപ്രയോഗമാണത്. ഈമാൻ ഹൃദയത്തിൽ നിന്ന് പമ്പ കടക്കുന്ന പ്രയോഗമാണത്. നബിതങ്ങൾ സാധാരണ കരിങ്കല്ല് കഅബത്തിനും ബൻ്റെ വീട്ടിനും, സാധാരണ ഇഷ്ടിക ബൻ്റെ വീട്ടിനും കഅബത്തും വരും. ഓനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒന്നും അറിയാലേ നമുക്ക്.
ആ കരിങ്കല്ലും ഇതും രണ്ടും കരിങ്കല്ല് തന്നെ, ഒരു സാധാരണ കൂട്ടിയാൽ മതി. അതും ഇഷ്ടിക ഇതും ഇഷ്ടിക സാധാരണ. അങ്ങനെ റസൂലുള്ളാഹിയിലേക്ക് ചേർത്തിട്ട് എല്ലാത്തിനും ഒരു പദം സാധാരണ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സ്വഹാബാക്കൾ അതല്ല മനസ്സിലാക്കിയത്. ആ സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ മനസ്സിലാക്കി, എങ്ങനെ ഉൾക്കൊണ്ടു, എങ്ങനെ അവർ ജീവിച്ചു, അത് ജീവിതത്തിൽ പകർത്തിയിട്ട് അടുത്ത തലമുറക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ, അള്ളാഹുവിൻ്റെ ദീൻ, നബി മുഹമ്മദ് മുസ്തഫ, സ്വഹാബാക്കൾ, താബിഈങ്ങൾ, താബിഉ താബിഈങ്ങൾ, അങ്ങനെയുള്ള പിൻതലമുറയിൽ ആ പരമ്പര കാത്തു സൂക്ഷിച്ചു വരുന്നില്ലേ? അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതിൻ്റെ ചുരുക്കമാണ് സുന്നി. ആ സുന്നി എന്നതാണ് നമ്മൾ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും വിശ്വസിക്കുന്ന ദീന്. ആ ദീനിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാളെ മശ്ശറാമുറ്റത്ത് ജനകോടികളെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ പല സൈസ് ആളുകൾ അവിടെ വരും. സുബ്ഹാനല്ലാഹ്, വിശ്വാസത്തിൽ പഴച്ചവർ, കർമ്മത്തിൽ പഴച്ചവർ. ഇബ്ലീസിൻ്റെ ചതിയിൽപ്പെട്ടു പോയാൽ ഇബ്ലീസ് മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കും. അല്ലാഹ്, 4 കുട്ടികളുടെ ഉമ്മ, 4 കുട്ടികളുടെ ഉമ്മ, ആ 4 കുട്ടികളുടെ പിതാവ് ഉണ്ടായിരിക്കെ മറ്റൊരു ചെറുപ്പക്കാരനെ പ്രേമിച്ചു. കാമുകനെ കിട്ടുന്നതിന് വേണ്ടി ഗൾഫിൽ നിന്ന് ഓനെ വരുത്തി. എന്നിട്ടോ ഭർത്താവ് അവിടെ നിൽക്കട്ടെ, ഈ 4 കുട്ടികളെ വാപ്പാനെ കൊല ചെയ്യാനുള്ള സൗകര്യമൊക്കെ പെണ്ണ് ചെയ്ത് ഒറ്റ അടിക്ക് ഈ 4 കുട്ടികളുടെ വാപ്പ വീണ് കടന്നിട്ട് ചെറിയൊരു ശ്വാസം മാത്രമേ പിന്നെ ബാക്കിയുള്ളൂ. അപ്പോൾ കത്തിയെടുത്തിട്ട് ഭർത്താവിൻ്റെ കഴുത്ത് മുറിച്ച് കളയുന്ന രീതിയിൽ ഇബ്ലീസ് ഒരാളെ സ്വാധീനിക്കും കേട്ടോ, ഇബ്ലീസ് സ്വാധീനിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് നമ്മൾ ഒരു കർമ്മത്തിൽ വന്നത് കാണുകയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, അള്ളാഹുവിൻ്റെ ദീനിൽ ഇബ്ലീസ് കയറിക്കൂടിയാൽ റസൂലുള്ളാഹിനെ കൊണ്ട് സാധാരണ എന്നല്ല, അതിനപ്പുറം പറയിപ്പിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരുടെ പഴമക്കാരായ നേതാക്കന്മാർ മക്കത്തെ ഉമർ 20 ആക്കിയെങ്കിൽ വെളിയങ്കോട് ഉമർ 8 ആക്കി എന്ന് പറയാൻ യാതൊരു ലജ്ജയും ഉണ്ടായില്ല. സ്വന്തം ഭർത്താവിനെ കഴുത്തറുക്കാൻ, കത്തിയെടുക്കാൻ മടിയില്ലാതെ ഒരു പെണ്ണിനെ കൊണ്ട് ഇബ്ലീസ് ചെയ്യിപ്പിക്കുമെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ നാവുകൊണ്ട് അമ്പിയാക്കളെ കുറിച്ചും മുഹയ്യിദ്ദീൻ, ദീനിനെ ഹയാത്താക്കിയ ആൾ, മുഹയ്യിദ്ദീൻ ശാപ്പാട്ട് രാമൻ എന്ന് വഹാബികൾ എഴുതിയില്ലേ, വഹാബികൾ പ്രസംഗിച്ചില്ലേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓർത്തു നോക്കൂ നിങ്ങൾ. ഒരൊറ്റ സ്ഥലത്ത് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ വഅള് പറയുമ്പോൾ ആ സദസ്സിൽ കൂടിയിരിക്കുന്നു. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഅളിന്റെ സദസ്സിൽ പല ഭാഗത്തു നിന്നും ആളുകൾ വന്ന് 1,00,000 ആളുകൾ കൂടി നിൽക്കുന്ന സഭയിൽ ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ വഅള് പറയുമ്പോൾ പല മതക്കാരുമുണ്ട്, പല വിദ്യാസമ്പന്നരുണ്ട്, പല തുറകളിലുള്ള ആളുകളുണ്ട്. ഒരൊറ്റ സഭയിലെ വഅളിൽ വെച്ചുകൊണ്ട് ഒറ്റ വഅള് കേട്ടപ്പോൾ 12,000 ആളുകൾ ഷഹാദത്തി കലിമ ചൊല്ലി. 12,000 ആളുകൾ ഷഹാദത്തി കലിമ ചൊല്ലിയപ്പോൾ അക്കാലത്തെ പണ്ഡിതന്മാർ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾക്ക് അബ്ദുൽ ഖാദിർ ആകുന്ന മഹാന് ഒരു സ്ഥാനപ്പേരും ബഹുമതിയും കൊടുത്തു. മുഹയ്യിദ്ദീൻ, ദീനിനെ ഹയാത്താക്കിയ ആൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാണ് ഇവർ പഠിപ്പിച്ചത്. മുഹയ്യിദ്ദീൻ ശാപ്പാട്ട് രാമൻ എന്ന് പറയാൻ മടി കാണിച്ചില്ലല്ലോ. അല്ലാഹു തആല ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാളെ മഹ്ശറാ മുറ്റത്ത് വരുമ്പോൾ വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, അക്രമികളെ, തമ്മാടികളെ, ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കൂ. അലം അഹദ് ഇലൈക്കും, നിങ്ങളോട് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടില്ലായിരുന്നോ? യാ ബനി ആദം, മനുഷ്യ മക്കളെ, അല്ലാ തഅബുദു ശൈത്വാൻ, നിങ്ങൾ പിശാചിന്റെ കൂടെ കൂടണ്ട, നിങ്ങൾ ഇബ്ലീസിന്റെ വഴിക്ക് പോകണ്ട, നിങ്ങൾ ഇബ്ലീസിന്റെ വഴിക്ക് പോകണ്ട. ഇബ്ലീസ് നിങ്ങളെ കൊണ്ട് കത്തിയെടുപ്പിക്കും. ഇബ്ലീസ് നിങ്ങളെ നാവിനെ കത്തിയാക്കി ഉപയോഗിക്കും. നിങ്ങളെ നാവ് മൂർച്ചയുള്ള വാളാകും. ആ വാള് കൊണ്ട് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ വെട്ടും, ആ വാള് കൊണ്ട് മൂസാ നബിയെ വെട്ടും, ആ വാള് കൊണ്ട് റസൂലുള്ളാഹിനെ വെട്ടും, ആ വാള് കൊണ്ട് മുഅ്മിനീങ്ങളെ വെട്ടും. നാവാകുന്ന വജ്രായുധം അത് ഇബ്ലീസ് ഉപയോഗിച്ചാൽ ആ ഇബ്ലീസ് മുഹയ്യിദ്ദീൻ ശൈഖിനെ പറ്റിയും അതുപോലെ മുത്തനബിയെ പറ്റിയും അള്ളാഹിനെ പറ്റി തന്നെയും ഇബ്ലീസ് നാവ് ഉപയോഗിച്ചിട്ട് ആയുധം നാവിനെ വാളാക്കിയിട്ട് ഇബ്ലീസ് നിങ്ങളെ കൈകാര്യം ചെയ്യും. അല്ലാ തഅബുദു ശൈത്വാൻ, ശൈത്താന്റെ കൂടെ കൂടല്ലേ. വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് വരണോ,
നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വരണോ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പരലോകത്തെ വിജയം കിട്ടണോ, ഇതാ സിറാത്തുൽ മുസ്തഖീം എന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നോ? ആ സിറാത്തുൽ മുസ്തഖീമിനെ തെറ്റാതിരിക്കാൻ 5 വഖത്ത് നിസ്കാരത്തിൽ നിർബന്ധമായും അല്ലാത്ത നിസ്കാരങ്ങളിൽ സുന്നത്തായും, സുന്നത്ത് നിസ്കാരം അതേപോലെ തന്നെ ഫർള് നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, ദുഹാ നിസ്കാരം, വിത്ർ നിസ്കാരം, മയ്യത്ത് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, എല്ലാ നിസ്കാരത്തിലും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സ്വർഗത്തിലേക്കുള്ള വഴി. ഏതാണ് ആ വഴി? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, പൂർവ്വസൂരികളായ മഹാന്മാർ. ആ വഴിയിൽ ഞങ്ങളെ ഉറപ്പിക്കണേ, ആമീൻ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം എന്താണ് വിശ്വസിക്കുന്നത്? നാം എന്താണ് പ്രവർത്തിക്കുന്നത്? നാം ആരെ പിന്നിലാണ് ഉറച്ചു നിൽക്കുന്നത് എന്നതിനെപ്പറ്റി നല്ല ബോധം നമുക്ക് വേണം. ചീനാടത്തെ പള്ളിയിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നാടുകളിൽ മുഴുവനും അള്ളാഹുവിൻ്റെ ദീൻ ഉറപ്പിച്ച് നിർത്തുന്നതിന് നിലനിർത്തിപ്പോരുന്ന ഒരു ദിക്ർ ഹൽക്കയുണ്ട്. അതാണ് ഹദ്ദാദ് റാത്തീബ്. ലോകത്ത് മുഴുവനും ആ ദിക്ർ നടക്കുന്നുണ്ട്. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആളാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ. ബഹുമാനപ്പെട്ടവർക്ക് മുസ്ലിം ലോകം നൽകിയിരിക്കുന്ന സ്ഥാനപ്പേര് കുത്തുബുൽ ഇർഷാദ് എന്ന, ജനങ്ങൾക്ക് മാർഗദർശനം നൽകിയിരിക്കുന്ന കുത്തുബ്. യമൻ നാട്ടിലാണ് ബഹുമാനപ്പെട്ടവരുണ്ടായത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെ ഷിയാക്കൾ പ്രത്യക്ഷപ്പെട്ടു. ഷിയാക്കളെ കാര്യത്തിൽ വലിയ വിഷയമുണ്ടായി. എന്താ? ഷിയാക്കൾ റസൂലുള്ളാഹിനെ ഉയർത്തി പറയും, അലി തങ്ങളെയും പുകഴ്ത്തി പറയും, ഫാത്തിമ ബീബിനെ വലിയ ആദരിച്ചു പറയും. അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇവരങ്ങനത്തെ കുഴപ്പക്കാരല്ലല്ലോ. അതേസമയത്ത് കിട്ടുന്ന ചാൻസുകൾ മുഴുവനും സിദ്ദീഖ് തങ്ങളെ ആക്ഷേപിച്ച് പറയും, ഉമർ ഖത്താബ് തങ്ങളെ ആക്ഷേപിച്ച് പറയും. ഉമർ ഖത്താബ് തങ്ങളെയും അതുപോലെ തന്നെ സിദ്ദീഖ് തങ്ങളെയും ആക്ഷേപിക്കുക. അതേസമയത്തോ ആ ആക്ഷേപം മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കാൻ റസൂലുള്ളാഹി, അലി തങ്ങളെയും ഫാത്തിമ ബീനൊക്കെ പുകഴ്ത്തുക. ആളുകൾ വഴി തെറ്റാൻ വേറെ എവിടെയെങ്കിലും പോണോ? ആളുകൾ ഇത് കേട്ട് വഴി തെറ്റാൻ തുടങ്ങി. ജനങ്ങളെ ഈമാൻ തെറ്റാൻ തുടങ്ങിയപ്പോൾ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, 2 കണ്ണിനും കാഴ്ചയില്ലാത്ത മഹാനായ മഹാമനീഷി, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ നേതാവ്, ബഹുമാനപ്പെട്ടവർ ഒരു മാർഗം സ്വീകരിച്ചു. എന്താണ്? വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തുകളിൽ നിന്നും കടഞ്ഞു തെളിയിച്ച 24 കാരറ്റ് തങ്കമായ ദിക്റുകൾ. ആ ദിക്റുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഒരു ദിക്ർ ഹൽക്കയുണ്ടാക്കി. ആ ദിക്ർ ഹൽക്കയുടെ തുടക്കം അൽ ഫാത്തിഹ, ഫാത്തിഹ ഓതിക്കൊണ്ട് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ദ്വാരക്കുക. അത് കഴിഞ്ഞിട്ട് ഇബ്ലീസിൻ്റെ ഷർറ് ഒഴിവാകാൻ അൽ ബഖറ സൂറത്തിൻ്റെ ആദ്യ ആയത്തോതുക. അത് കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി ഓതുക. അള്ളാഹുവിലെ ഈമാൻ ഉറപ്പിക്കാനും പിശാചിനെ ദൂരീകരിക്കാനും അതിൽ ഉറപ്പിച്ചു നിർത്താൻ അവസാന ഭാഗത്ത് ആമന റസൂലു ദുആയോട് കൂടെ ചെല്ലുക. എന്നിട്ടോ തൗഹീദ് ഉറപ്പിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. ഇങ്ങനെ അങ്ങോട്ട് ദിക്റുകളുടെ ഇനമായ തസ്ബീഹ്, തഹ്മീദ്, തക്ബീർ, തഹ്ലീൽ, തംജീദ്, ഹൗക്കലത്ത്, എല്ലാ ദിക്റും. എന്നിട്ടോ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും രക്ഷപ്പെടുത്താൻ അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. എത്ര ദിക്റാണ്! ഈ ദിക്റുകളൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വഹാബികളെ പ്രസംഗത്തിന് ചിലരിൽ നിന്നെങ്കിലും അത് ഇല്ലാതാക്കാൻ സാധിച്ചു. വല്ലതും ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? മൗലിദ് പാരായണം ഇല്ലാതാക്കാൻ, ദിക്ർ ഹൽക്ക ഇല്ലാതാക്കാൻ, ഖത്മുൽ ഖുർആൻ ഇല്ലാതാക്കാൻ, മുസ്ലിം ലോകത്ത് നിലനിന്ന എല്ലാറ്റിനെയും ഇല്ലായ്മ ചെയ്യാൻ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഷിയാക്കളെ വിശ്വാസത്തിൽ നിന്ന് മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്താൻ ദിക്ർ ചൊല്ലി അല്ലാ അല്ലാ. ആ ദിക്ർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദിക്ർ. ഞാനൊരു പ്രാവശ്യം യമനിൽ പോയി. അപ്പോൾ യമനിൽ ജംബൽ എന്ന് പറഞ്ഞിട്ടൊരു മക്കാമുണ്ട്. ആ മക്കാമിൽ 1000 കുത്തുബീങ്ങളാണ്. ബഅലവി സാദാത്യങ്ങൾ, മൗലദ്ദബീല സാദാത്യങ്ങൾ, ഹൈദറൂസി സാദാത്യങ്ങൾ, ബാഫഖി സാദാത്യങ്ങൾ, ആ സയ്യിദ് കുടുംബത്തിൻ്റെ ഒട്ടേറെ മഹാന്മാരുടെ ഒരു കേന്ദ്രമാണ്. ഹളറമൗത്ത് തെരീം. അവിടെയുള്ള തെരീം എന്ന നാട്ടിൽ നിന്ന് വന്നതാണ് മമ്പറം തങ്ങൾ പാപ്പ. മൂപ്പർ ഇവിടെ വന്ന് താമസിച്ചപ്പോൾ
തെരീമിലെ വീട് എന്നാണ് മൂപ്പര് താമസിച്ച വീടെന്ന് പറയാം. അത് പിന്നെ നമ്മൾ ഉപയോഗിച്ചാണ് തർമ്മൽ വീട് എന്നായത്. അതാണ് മമ്പറത്തെ തർമ്മൽ വീട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ അവിടെ പോയപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഇബാദത്തെടുത്ത സ്ഥലം, ഖൽവത്തിനിരുന്ന സ്ഥലം, ബഹുമാനപ്പെട്ടവർ കിതാബ് രചിച്ച സ്ഥലം, അവിടുത്തെ മയ്യത്ത് കുളിപ്പിച്ച സ്ഥലം, അതൊക്കെ അവിടെ ചരിത്രമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പഴയ പള്ളി, ആ പള്ളിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ചുമരിൻ്റെ മുകളിൽ ഇങ്ങനെ ദിക്ർ എഴുതി വെച്ചിരിക്കണം. നോക്കുമ്പോൾ ഹദ്ദാദ. ഞാനത് മുഴുവനും ചൊല്ലി നോക്കി. നമ്മൾ ചെല്ലുന്ന ഹദ്ദാദ് തന്നെ അല്ലേ എന്ന് അറിയണമല്ലോ. ഇങ്ങനെ മുഴുവൻ ചൊല്ലി നോക്കി. അപ്പം നമ്മളെ പഠിപ്പിച്ച അതേ ഹദ്ദാദ്, ഒരു ഹർഫ് മാറ്റല്ല. സുബ്ഹാനല്ലാഹ്. ഹദ്ദാദ് ഇങ്ങനെ ചൊല്ലി അതിൻ്റെ അവസാനം എത്തുമ്പോൾ ചുമരിൽ ഒരു ചരിത്രം എന്താണത്? അല്ലാ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് മോൻ ചോദിക്കാണ്, ഉപ്പ, ഈമാൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ഈമാൻ്റെ കാവലിന് വേണ്ടി നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദ്ദാദ് ദിക്റുണ്ടല്ലോ, ആ ദിക്ർ എല്ലാം 3 പ്രാവശ്യമല്ലേ ചൊല്ലുന്നത്? എല്ലാ ദിക്റും എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യമാണ്. അവസാനത്തെ ദിക്റുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ. ഞാൻ രക്ഷപ്പെട്ട്. നിങ്ങൾക്ക് അതായത് ചെല്ലണ് പതിവുണ്ട്. അള്ളാഹു സമാധാനം തരട്ടെ, അള്ളാഹു റാഹത്ത് തരട്ടെ. ഇന്നാളൊരു സ്ഥലത്ത് വയത് പറഞ്ഞു കാണാൻ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ പറഞ്ഞ് ഞാൻ തന്നെ പൂരിപ്പിക്കേണ്ടി അന്ന് ബാക്കി. അപ്പോൾ അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായാ. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളോട് മോൻ ചോദിക്കാണ്, ഉപ്പ, ഹദ്ദാദിൻ്റെ എല്ലാ ദിക്റും 3 പ്രാവശ്യമാണ്, ഇത് മാത്രം എന്തേ 4 പ്രാവശ്യമായത്? ഹദ്ദാദിൻ്റെ അവസാനത്തെ ദിക്ർ 4 പ്രാവശ്യമാണ്. അപ്പം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയുകയാണ്, മോനെ, ഒരു മനുഷ്യൻ്റെ കണ്ണും കാതും കരളും നാക്കും മൂക്കും എല്ലാ അവയവങ്ങളും ഒരു പക്ഷേ അള്ളാഹു പൊരുത്തപ്പെട്ടത് ചെയ്യും, അല്ലെങ്കിൽ പൊരുത്തപ്പെടാത്തത് ചെയ്യും. പൊരുത്തപ്പെടാത്തത് ചെയ്താൽ അത് അതാത് ദിവസം പൊറുപ്പിക്കണം. എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മോനെ, ഒരു മനുഷ്യന് 4 അവസ്ഥയാണുള്ളത്. ഒരു പക്ഷേ മനുഷ്യൻ രാത്രിയിലാകും, അല്ലെങ്കിൽ പകലിലാകും, അല്ലെങ്കിൽ രഹസ്യമായിട്ടാകും, അല്ലെങ്കിൽ പരസ്യമായിട്ടാകും. ഈ 4 അവസ്ഥയിലും മനുഷ്യൻ്റെ അടുക്കൽ തെറ്റുകൾ സംഭവിക്കാം. അതുകൊണ്ട് അതാത് ദിവസത്തെ തെറ്റുകുറ്റങ്ങൾ അന്ന് തന്നെ മായ്ച്ചു കളയുന്നതിന് വേണ്ടി അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, രാത്രി ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് തരണേ അല്ലാ എന്ന നിയ്യത്തോടുകൂടെ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, പകൽ ചെയ്ത തെറ്റുകളെല്ലാം മാപ്പ് തരണേ അല്ലാ എന്ന നിയ്യത്തോടുകൂടെ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, രഹസ്യമായി ചെയ്തതിനെല്ലാം മാപ്പ് തരണേ അല്ലാ എന്ന നിയ്യത്തോടെ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ, പരസ്യമായി ചെയ്തതിന് മാപ്പ് തരണേ അല്ലാ, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, പകൽ ചെയ്തത്, രാത്രി ചെയ്തത് 4 പ്രാവശ്യം 4 നിയ്യത്തിൽ ചെയ്താൽ അവൻ്റെ ദോഷങ്ങൾ അല്ലാഹു തആല അപ്പോൾ കഴുകിക്കളയും. അങ്ങനെ കഴുകി ശുദ്ധിയാക്കിയ ശേഷം ഈമാൻ ഉറപ്പിച്ചിട്ട് പറയണം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ദോഷങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ wudu ചെയ്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ടവർ ദിക്ർ ചൊല്ലി. മലക്കുൽ മൗത്ത് അസ്റായീൽ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നു. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി 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 500 പ്രാവശ്യം പൂർത്തിയായപ്പോൾ റൂഹ് പിരിഞ്ഞു. വഫാത്തിൻ്റെ സമയത്ത് 500 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വഫാത്തായ മഹാനാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ. നമ്മൾ ആരെയാണ് പിൻപറ്റുന്നത് എന്ന് നോക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുമ്പോൾ ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വഴിയിൽ നാം സ്വീകരിക്കുന്ന ഓരോ ആളുകളെ പറ്റിയും നാം അറിയണം സഹോദരന്മാരെ. അടുത്ത കാലത്ത് നമുക്ക് നേതൃത്വം നൽകിയ താജുൽ ഉലമാ ഉള്ളാളത്തെ ഉപ്പാപ്പ അള്ളാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ
നമ്മൾ തൊട്ടടുത്ത ചാരിയത്തിനടുത്ത് കരുവന്തുരുത്തിയിലല്ലേ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ ജനിച്ചത്. ഇന്നും ഉപ്പാപ്പയുടെ സമപ്രായക്കാരായ വയസ്സത്തികളും വയസ്സന്മാരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉപ്പാപ്പ 15ാമത്തെ വയസ്സായപ്പോഴേക്കും ഖുർആൻ ജലാലൈനി തഫ്സീർ സഹിതം മനഃപ്പാഠമാക്കി. ഉപ്പാപ്പ എന്നോട് നേരിൽ പറഞ്ഞു, ദർസിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കിതാബ് ഓതിത്തരും ആയത്തുകൾ, ജലാലൈനി തഫ്സീർ ഓതിത്തരും, അതാത് ദിവസം ഓതിത്തരുന്ന ആയത്ത് അന്ന് തന്നെ മനഃപ്പാഠമാക്കും. 15ാമത്തെ വയസ്സിൽ തഫ്സീർ ഓതിക്കഴിഞ്ഞപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കിയ ശേഷം ഉപ്പാപ്പാക്ക് ഒരു പതിവുണ്ട്. എന്താ പതിവ്? 8 ദിവസം കൂടുമ്പോൾ ഖുർആൻ ഖത്തം തീർക്കും. എല്ലാ വെള്ളിയാഴ്ചയും ഖുർആൻ ഖത്തം തീർക്കും. 1. രണ്ടാമത്തത് റമളാനു ശരീഫാകുമ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീർക്കും. എല്ലാ റമളാനിലും 15 ഖത്തം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉപ്പാപ്പ വഫാത്താകുന്നത് കമരിയ വർഷപ്രകാരം 95ാമത്തെ വയസ്സ്. 15ൽ നിന്ന് 95ലേക്ക് എത്ര കൊല്ലമുണ്ട്? 80 വർഷം അല്ലേ? 80 കൊല്ലത്തിന് എത്ര റമളാനായി? 80 കൊല്ലത്തിന് എത്ര വെള്ളിയാഴ്ചയായി? അപ്പൊ താജുൽ ഉലമ ഉപ്പാപ്പ ഖബറിലേക്ക് പോയപ്പോൾ അള്ളാഹിന്റെ ഖുർആൻ ഖത്തം തീർത്തത് എത്ര കൊണ്ടാണ് പോയിട്ടുള്ളത്? ആരെ പിന്നിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പഠിച്ചോ? ആരെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം അൻ അഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ. ഏതാണ് ആ സിറാത്തുൽ മുസ്തഖീം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്ന മഹാന്മാർ, ആ മഹാന്മാർ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നത് കണ്ടോ? താജുൽ ഉലമ ഉപ്പാപ്പ എല്ലാ റമളാനിലും 15 ഖത്തം. അത് ഇമാം ഷാഫി തങ്ങളോ? അത് നേരെ മറിച്ച. താജുൽ ഉലമ ഉപ്പാപ്പ 2 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീർക്കുക. ഇമാം ഷാഫി തങ്ങളോ റമളാനിന്റെ പകലിൽ ഒരു ഖത്തം തീർക്കും, രാത്രി ഒരു ഖത്തം തീർക്കും. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ അജ്മീർ ഷരീഫിൽ വിശ്രമിക്കുന്ന ഖാജ തങ്ങളുണ്ട്. യാ ശൈഖനാ യാ ഖുത്ബ ദായിറത്തുൽ വിലായത്തി ഗൗസന അൽ മദദ് യാ ശൈഖ അജ്മീർ മുഈനുദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹു. അജ്മീർ ഷരീഫിലെ ഒരു മരത്തിന് ചുവട്ടിൽ ഖാജാ തങ്ങൾ ഇരുന്നു. എന്നിട്ട് ഖുർആൻ എങ്ങനെ ഓതാൻ തുടങ്ങി. പകൽ ഒരു ഖത്തം തീർക്കും, രാത്രി ഒരു ഖത്തം തീർക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുർആൻ ഓതി ഖത്മ് ചെയ്യുന്ന സമയത്ത് ചുറ്റുഭാഗത്ത് നിന്ന് ഒരു സൗണ്ട് ഇങ്ങനെ വരും. എന്താ വരുന്ന സൗണ്ട്? ഖബിൽനാ ഖത്മക യാ മുഈനുദ്ദീൻ. മുഈനുദ്ദീനെ, നിങ്ങൾ ഓതിയിരിക്കുന്ന ഖുർആൻ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. ഓതുകയും അത് സ്വീകരിച്ചുവെന്ന് തൃപ്തികരമായ മറുപടി അള്ളാഹുവിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഖാജാ തങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയോട് ചേർന്ന് കിടക്കുന്ന അജ്മീർ ഷരീഫിൽ ബഹുമാനപ്പെട്ടവർ വന്നിട്ട് ഖുർആൻ ഓതി. മലക്കള സാന്നിധ്യമായി പിശാചിനെ ദൂരീകരിച്ചു. ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വന്നു. സ്വാറശാദി ദേവുഹും സഅദി ബിനളിരിം മിൻകും അൽ മദദ് യാ ശൈഖ അജ്മീർ മുഈനുദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹു. എന്തിനേറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നലെ നമ്മളോട് വിട്ടുപിരിഞ്ഞിരിക്കുന്ന ബഹുമാനപ്പെട്ട കളന്തോട് ഉസ്താദ് ഇന്നലെ ഞങ്ങൾ അവിടെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി എത്തിയപ്പോൾ സാധാരണക്കാരും പണ്ഡിതന്മാരും ചെറുപ്പക്കാരുമായി എത്രായിരങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അവർക്കൊക്കെ അനുഭവത്തിൽ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. അവർക്കാരാ ഇത് കൊടുത്തത്? ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനാ അവറുകൾ. യാ ശൈഖനാ യാ ശൈഖ മടവൂരിൻ അതൈനാ ബാബക്കും റാജീന ഫൗസൻ കാമിലൻ യാ സയ്യിദി സിയം വലി ലാ ഇലാഹ. كنت قد أخفيت أمرك أولا ثم انتشر منك أنوار الولاية سيدي سيا ولي لا إله. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ മടവൂർ ശൈഖുനായെ കണ്ട എത്ര ആളുകളുണ്ട്? അല്ലാ അല്ലാ, ഞാൻ ഈ നാലകം പള്ളിയിൽ ക്ലാസ് എടുക്കുമ്പോൾ
അവിടെ ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനയുടെ ഖാദിമായി ജീവിച്ചിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മടവൂർ ശൈഖുനയുടെ വസ്ത്രങ്ങൾ, മടവൂർ ശൈഖുനയുടെ ആസാറുകൾ ധാരാളം സൂക്ഷിക്കപ്പെട്ടത് കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും ഞാൻ കണ്ടു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഒരു പ്രിയപ്പെട്ട പാഷ ഹാജി എന്ന് പറഞ്ഞ ആളുണ്ട്. അദ്ദേഹം കൃത്യമായി ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനയുടെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്യാതെ ഒരു സമയം അദ്ദേഹത്തിനില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിർബന്ധമാണ്. അങ്ങനെ എത്രായിരങ്ങളെ കാണാം നമുക്ക്. ഇത് ഞാൻ എന്തിനാ പറഞ്ഞത്? ദൂര സ്ഥലത്തൊന്നും പോണ്ട. മടവൂർ ശൈഖുനായെ നിങ്ങൾ കണ്ടിട്ടില്ലേ? മടവൂർ ശൈഖുനായിൽ നിന്ന് നേരിട്ട് അതിൻ്റെ ബോധ്യം വന്ന ആളുകളല്ലേ. ഇത് ആരംഭ റസൂലുള്ളാഹി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീൻ പ്രചരിപ്പിക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരൻ, അയറാബി എന്നാണ് കിതാബിൽ പറയാം. അയറാബി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമവാസി എന്ന് പറയാം. നമ്മളെ ഈ സാധാരണക്കാരായ ആളുകൾക്കുണ്ടല്ലോ, ഓർക്ക് മണിയും കിണിയൊന്നും അറിയില്ല. നേർക്ക് നേരെയാണ് വർത്താനം പറയലേ പറ്റുള്ളൂ. ഞാനൊരിക്കൽ വില്ലേജ് ഓഫീസിൽ പോയി പഴയ കാലത്ത്. 3 ദിവസം പോയിട്ട് എൻ്റെ കടലാസ് ഒപ്പിട്ട് കിട്ടിയില്ല. അതിൽ എൻ്റെ ഒപ്പം എന്നോട് ചോദിച്ചു, എന്നെ വില്ലേജ് ഓഫീസിലേക്ക് പറഞ്ഞാൽ എന്താ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ 3 പ്രാവശ്യം പോയി, ഒന്നും ഒപ്പിട്ട് കിട്ടിയില്ല, ഇജ്ജിന് പോന്നാ എൻ്റെ ഒപ്പം. പടച്ചോനെ, ഇപ്പം ഒപ്പാണ് പോയി. അങ്ങനെ അവിടെ ചെന്നിട്ട് വില്ലേജ് ഓഫീസിൽ കൃഷ്ണൻകുട്ടിയെ ഈ കുട്ടീൻ്റെ ഒപ്പിട്ട് കൊടുത്താൽ ഇജ്ജും കണക്കാ ഓനും കണക്കാ. 3 പ്രാവശ്യം ഇവിടെ വന്ന് മടങ്ങിപ്പോയിട്ട് അപ്പം തന്നെ എൻ്റെത് ഒപ്പിട്ട് കിട്ടുകയും ചെയ്തു. അതാണ് സാധാരണക്കാരെ വർത്താനം. ഓൽക്ക് ഏതില്ല, നിങ്ങളെ മറ്റേ അതും ഇതൊന്നും വരും, മനഃശാസ്ത്രമല്ല, അല്ലാത്ത ശാസ്ത്രമല്ല. ഓൽക്ക് നേരെ അള്ളാഹ് റബ്ബേ പടച്ചോനെ. അതാ അതിൽപ്പെട്ട ആളാണ് അയറാബി, സാധാരണക്കാരൻ. അയാൾ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഈ കണ്ട ആളുകൾക്കൊക്കെ വേണ്ടിയാണ് മൂപ്പര് പറഞ്ഞത്. മൂപ്പര് ഈമാൻ സ്വീകരിച്ചിട്ട് ആൾക്കാരിങ്ങനെ അജിപ്പം മൂപ്പരപ്പം കൂടിക്കണില്ലേ, ആൾക്കാരങ്ങനെയാണ് അജിപ്പ് ഏൽപ്പിക്കാരനയക്കണില്ലേ എന്നൊക്കെ പറയണ മാതിരി ആളുകൾ ഇങ്ങനെ എന്താക്കും, അതാണില്ലേ ഇതാണില്ലേ എന്നൊക്കെ പറയും. റസൂൽ ഈ ആളുകളോട് ഇങ്ങനെ ഇജിപ്പം മുഹമ്മദിൻ്റെ കൂടെയാണില്ലേ, അപ്പം ഇയാൾക്കൊരു ഇതുണ്ടായിരുന്നു, ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാം, പക്ഷെ ഒരു കാര്യം വേണം. എന്താ? ആ മരം അത് അള്ളാഹിൻ്റെ ഒരു സൃഷ്ടിയാണ്, ഞാനും അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്, നിങ്ങളും അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അള്ളാഹു തല വലിയ പദവി തന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടണ്ടേ? അതുകൊണ്ട് ആ മരം പറയട്ടെ നിങ്ങൾ നബിയാണ്, എന്നാൽ ഞാൻ വിശ്വസിച്ചോളാം. സുബ്ഹാനല്ലാഹ്, ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കല്ലേ. അപ്പം പിന്നെ റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്തു? റസൂലുള്ള മരത്തിനെ നേരിട്ട് വിളിച്ചില്ല. കാരണം ഞാൻ അതിലൊരു കങ്കട്ടുണ്ട് എന്ന് പറയണ്ട, അങ്ങനെ ചതിയിൽ വഞ്ചനല്ലാറില്ല ഒരാൾ. അപ്പോൾ ഞാൻ അതിലൊരു പ്രത്യേകത ഉണ്ട് എന്ന് പറയണ്ട. അപ്പം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തന്നെ പോയും ആ മരത്തിൻ്റെ അടുത്ത് പോയിട്ട് മരത്തിനോട് പോയിട്ട് നിങ്ങൾ പറയും മുഹമ്മദ് നബി വിളിക്കുന്നുണ്ട് എന്ന് പറയും. റസൂലുള്ള അദ്ദേഹത്തോട് എന്ത് പറഞ്ഞു? നിങ്ങൾ പോയിട്ട് പറയും, യാ ഷജർ മുഹമ്മദുർ റസൂലുള്ളാഹി യദ്ഊക്, അല്ലാഹുവിൻ്റെ റസൂൽ നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് പോയിട്ട് പറ. ആ അയറാബിയായ മനുഷ്യനല്ലേ, അയാൾക്ക് റസൂലുള്ള സാധാരണക്കാരനാണെന്നുള്ള യാതൊരു സംശയമില്ലല്ലോ. അങ്ങനെ നിന്നുങ്ങാണ്ട് ഞാൻ അപ്പോൾ പോണ്ടേ, മരം വരൂലേ, ഞാൻ ഒയലൂലേ, അതൊന്നും ഓൽക്കില്ലല്ലോ. കാരണം അക്കാലത്തൊന്നും അതിന് മുജാഹിദില്ലല്ലോ തീരെ, അതല്ല അന്നത്തെ സംഗതി. അപ്പോൾ എന്ത് ചെയ്തു? അയാൾ നേരെ പോയി ആ മരത്തിൻ്റെ അടുത്തേക്കാണ് ചെന്നു. റസൂലുള്ള പറഞ്ഞതനുസരിച്ച് ഒറ്റപ്പോക്ക് നേരെ പോയി ആ മരത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, യാ ഷജർ മുഹമ്മദുർ റസൂലുള്ളാഹി യദ്ഊക്, റസൂലുള്ള നിന്നെ വിളിക്കുന്നു. അതങ്ങ് കേട്ടപ്പോൾ ഫമാലത്തിയിലൽ യമീനി വഇല ശിമാലി, നിൽക്കണ മരം വലഭാഗത്തേക്കും ഇടഭാഗത്തേക്കും ഒന്ന് ചാഞ്ഞ്, അപ്പോഴേക്കോ വേരുകൾ പുഴകി. ആ മരം മനുഷ്യൻ നടന്നു വരുന്നത് പോലെ ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നത് ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അടുത്തേക്ക് എത്തിയപ്പോൾ മരത്തിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ താഴ്മയിൽ നിന്നു. റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ അടുത്ത് നിന്നിട്ട് ആ മരം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ജാഅതി ലിദഅവതിഹിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി ബിലാ സാഖിം ബിലാ ഖദമി മൗലായ. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുത്തുനബിയുടെ സീറകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന 3000 കിതാബുകളിൽ 60,000 പണ്ഡിതന്മാരെങ്കിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1ഉം 2ഉം കിതാബിലും 1 നൂറ്റാണ്ടിലും 2 നൂറ്റാണ്ടിലുമല്ല. ലോകത്ത് കഴിഞ്ഞു പോയിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെല്ലാം അത് കിതാബുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്.
ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു തൻ്റെ ബൈത്തിൽ മാത്രം പറഞ്ഞതല്ല, അത് ഹദീസിൽ വന്നത്, ചരിത്രത്തിൽ പറഞ്ഞ് ലോക പ്രശസ്തമായ മുഴുവൻ കിതാബുകളിലും മുത്തുനബിയുടെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജാഅത്തിലി ദഅവതിഹിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി ബിലാ സാഖിം ബിലാ ഖദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരങ്ങ് പറഞ്ഞപ്പോൾ ആ മരം വലഭാഗത്തേക്കും ഇടഭാഗത്തേക്കും ഒന്ന് ചാഞ്ഞു. റസൂലുള്ളാഹിന്റെ അടുക്കലെത്തി ഷഹാദത്ത് കലിമ ചൊല്ലി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് കണ്ടു നിന്ന മുഴുവൻ ആളുകളും ആ സെക്കൻഡിൽ പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ അത്ഭുതം കണ്ടപ്പം ഓരൊക്കെ പാടെ നബിനെ പറ്റിയിട്ട് നിങ്ങൾ തന്നെയാണ് പടച്ചോനെ എന്ന് പറഞ്ഞോ? ആ നോക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ പാടെ നിങ്ങൾ തന്നെയാണ് പടച്ചോനെ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ പടച്ചവൻ പറഞ്ഞയച്ച നബിയാണ്. ഇവിടെ കൂടി വരുന്ന ഇവിടെ സിയാറത്തിന്, ഈ ഖബറിൻ്റെ അടുത്ത് സിയാറത്തിന് വരുന്ന ആൾക്കാരൊക്കെ ഈ കിടക്കുന്നത് പടച്ചോനാണെന്ന് എഴുതിയിട്ട് ഒരാളും ഇവിടെ വരുന്നില്ല. കഅബ ഷരീഫിൻ്റെ അടുക്കലേക്ക് ആളുകൾ പോണത് ഹജറുൽ അസ്വദ് പടച്ചോനാണെന്ന് കരുതിയിട്ടല്ല. ഇബ്രാഹിം മക്കാമിൽ ആളുകൾ പോണത് ഇബ്രാഹിം മക്കാമ് പടച്ചോനാണെന്ന് കരുതിയിട്ടല്ല. മുഅ്മിനീങ്ങളായ ആളുകളെ പേര് ശിർക്ക് ആരോപിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് നേരിട്ട് എന്ന് പറയുന്ന കൂട്ടരുണ്ട്. അവരെ ശർറിനെ നല്ല പോലെ കാത്തോ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. നമ്മൾ വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കാര്യകാരണങ്ങൾ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം കാര്യങ്ങൾ ചെയ്യും. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പ്രസവ പ്രസവത്തിൻ്റെ വേദനയിലാണ്. ആരംഭ റസൂലുള്ളാഹി രണ്ട് സഹോദരിമാരെ റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമു പ്രസവത്തിൻ്റെ വേദനയിലാണ്, നിങ്ങൾ ഫാത്തിമുവിൻ്റെ അടുക്കൽ പോയിട്ട് ആയത്തുൽ കുർസി ഓതിക്കോ. പ്രസവിക്കാൻ കിടക്കുന്ന ഫാത്തിമുവിൻ്റെ അടുക്കൽ നിങ്ങൾ ആയത്തുൽ കുർസി ഓതിക്കോ. ലിൽ വാലിദത്തി വൽ വലദി, പ്രസവിക്കുന്ന ഉമ്മാക്കും പ്രസവിക്കപ്പെടുന്ന കുട്ടിക്കും അത് കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആയത്തുൽ കുർസി പടച്ചോനായിട്ടല്ല, പടച്ചോൻ്റെ ആയത്തായതുകൊണ്ടാണ്. തൊട്ടതിനൊക്കെ ശിർക്ക്. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പ്രസവിക്കാൻ കിടക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രണ്ട് പെണ്ണുങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ഫാത്തിമുവിൻ്റെ അടുത്ത് പോയിട്ട് ആയത്തുൽ കുർസി ഓതണം, അത് ഉമ്മാക്കും കുട്ടിക്കും കാവലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി ഞാൻ എൻ്റെ മുത്തു മുഅ്മിനീങ്ങളോട്, ഉമ്മപങ്ങന്മാരോട് പറയട്ടെ, സഹോദരിമാരെ, ഈമാൻ തെറ്റിക്കുന്ന പലതും പിശാച് കൊണ്ടുവരുന്നുണ്ട്. കർമ്മങ്ങൾ തെറ്റിക്കുന്ന പലതും കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹ് ലോകത്തിൻ്റെ എല്ലാ ഘടനയും മാറ്റിമറിക്കുകയാണ്. വരാൻ പോകുന്ന കാലത്ത് നിങ്ങൾക്ക് കേൾക്കണോ, ഭാര്യ പെണ്ണും ഭർത്താവ് ആണും. ഇനി ഇവിടുന്നാണ് വരാൻ പോണത് ഭാര്യയും ആണെന്നെ ഭർത്താവും ആണെന്നെ, ഭാര്യയും പെണ്ണെന്നെ ഭർത്താവും പെണ്ണെന്നെ, പെണ്ണും പെണ്ണും വിവാഹം ചെയ്യാം, ആണും ആണും വിവാഹം ചെയ്യാം. ഇതൊക്കെ നിയമമാവുകയാണ്. നമ്മുടെ മക്കളിലും പേരമക്കളിലും ഇങ്ങനത്തെ അയ്ബത്തരം വരാതിരിക്കാൻ എൻ്റെ ഉമ്മപങ്കന്മാരെ ആയത്തുൽ കുർസി പതിവായി ഓതണേ. ദിവസവും നമ്മൾ ഒരു 100 ആയത്തുൽ കുർസിയെങ്കിലും നമ്മൾ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ 5 നേരത്തെ ബാങ്കിന് ശേഷം ആയത്തുൽ കുർസി, 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി, അല്ലാ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി, വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തു പോകുമ്പോൾ ആയത്തുൽ കുർസി, വീട്ടിലേക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ ആയത്തുൽ കുർസി, ഭക്ഷണത്തിന് ബർക്കത്തുണ്ടാകാൻ അരിയൊക്കെ കഴുകി റെഡിയാക്കി നമ്മൾ അടുക്കളയിൽ വെച്ച് എന്നിട്ടോ ചെമ്പിലേക്ക് അരി ഇങ്ങനെ അങ്ങോട്ട് ഇടുമ്പോൾ ഒരായത്തുൽ കുർസി, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ആയത്തുൽ കുർസിയുടെ പതിവ് വർദ്ധിപ്പിച്ചോ. യാസീൻ വൽ ഖുർആനിൽ ഹകീം, യാസീൻ സൂറത്ത് ഓതിക്കോ. മുത്തു മുഅ്മിനുകളെ, ശ്രദ്ധിച്ചു ഓതണം. ഞമ്മക്കുണ്ടൊരു ഓത്ത്. അല്ലാ, നാളൊരു ചങ്ങായി യാസീൻ ഓതിയിട്ട് എല്ലാവരും മുമ്പ് ഓൻ്റെത് തീരുക. എങ്ങനെ ഇപ്പം ബൻ്റെത് ഇങ്ങനെ എത്ര വേഗം തീരുന്നെന്ന് വിചാരിച്ചു. അത് ഓതാൻ പഠിച്ചണേന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ആയിക്കോട്ടെ, ഞങ്ങൾക്കൊന്ന് ഓതി കേൾപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഓനാണ്ട് ഓതി, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. എത്ര വേഗം തീരുന്നത്. അല്ല
അല്ല മട്ടായി ഇങ്ങനെ യാസീൻ ഓതിയിട്ട് യാതൊരു കാര്യമല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ ഉമ്മപങ്ങന്മാർ സഹോദരങ്ങളോട് നമ്മുടെ വീട്ടിൽ ദിവസവും ഒരല്പം ഖുർആൻ ഓതണം. യാസീൻ സൂറത്ത് നമ്മൾ പതിവായി ഓതണം. യാസീൻ സൂറത്ത് പതിവായി ഓതണം. ഈ നിങ്ങളെ നാട്ടുകാരനുണ്ടായിരുന്നു ഒരു മുഹമ്മദ് ഹാജി, നമ്മളെ നിസാറിൻ്റെ ഒക്കെ ഇവരൊക്കെ ഉപ്പ. അദ്ദേഹം എൻ്റെ കൂടെ ഉംറക്ക് വന്നിരുന്നു. മക്കളും കുടുംബമൊക്കെ കൂടെ ഒരു 32 ആൾ. അദ്ദേഹം സുബൈ നിസ്കരിച്ചിട്ട് ഒരൊറ്റ ഇരുത്തമാണ് ഇരുന്നാൽ 7 യാസീൻ ഓതിയിട്ട് എഴുന്നേൽക്കുള്ളൂ. മഗ്‌രിബ് നിസ്കരിച്ചിട്ടിരുന്നാലും അതേപോലെ. വലിയ ബിസിനസ്സുകാരനും ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഒറ്റ ഇരുത്തം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഔറാദ് എവിടെ നിന്നാണ് കിട്ടിയത്? 40 കൊല്ലം മുമ്പ് ഉള്ളാളത്തെ ഉപ്പാപ്പ ദുബായിൽ വന്നപ്പോൾ എനിക്ക് അന്ന് താമസിക്കാൻ പറ്റിയ ഫ്ലാറ്റുണ്ട്. ഉപ്പാപ്പ എൻ്റെ കൂടെയാണെന്ന് താമസിച്ചത്. അന്ന് എന്നോട് പറഞ്ഞു, മുഹമ്മദേ നിനക്ക് ഞാനൊരു സാധനം തരാം എന്ന് പറഞ്ഞുകൊണ്ട് സുബൈ നിസ്കരിച്ചിട്ട് 7 യാസീനും മഗ്‌രിബ് നിസ്കരിച്ചിട്ട് 7 യാസീനും അത് ഉപ്പാപ്പ തന്നിട്ട് 40 കൊല്ലമായി. ഇതുവരെ എന്നോടത് മുടങ്ങിപ്പോയിട്ടില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര ആളുകളുണ്ട് അങ്ങനെ? അല്ലാഹു തആല അങ്ങനെയുള്ള നല്ല നല്ല ഉമറാക്കളുണ്ട്, ഉലമാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, മഹാന്മാരുണ്ട്. നമ്മൾ കണക്കാക്കുന്ന പോലെയല്ല ആളുകൾ. അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ, ബർക്കത്ത് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ ഇതാ വരക്കൽ കുടുംബം കിടക്കുന്നു. സുബ്ഹാന ജല്ല ജലാലു. നമ്മുടെ എലത്തൂർ അഹമ്മദാജി കിടക്കുന്നു. അല്ലാ ബഹുമാനപ്പെട്ട ഷെയ്ഖുന EKS മുസ്ലിയാർ അപ്പുറത്ത് കിടക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കോഴിക്കോട് ടൗണിലേക്കാണ് പോയാൽ സുബ്ഹാനല്ലാഹ് കുറ്റിച്ചറയും കുണ്ടുങ്ങലും അങ്ങനെ അവിടെ എങ്ങനെയാണ് നോക്കിയാൽ എത്ര മഹാന്മാരാണ്. സ്വഹാബാക്കൾ കിടക്കുന്നുണ്ട്, അവിടെ ഔലിയാക്കൾ കിടക്കുന്നുണ്ട്, അഹ്ലു ബൈത്ത് കിടക്കുന്നുണ്ട്, ജിഫ്രി ഹൗസ് ഉണ്ട്. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ നിറഞ്ഞു നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ കേരളക്കര. യമനിൽ പോയാൽ ഇത് നമുക്ക് കാണാം. ഈജിപ്തിൽ പോയാൽ നിങ്ങൾക്കറിയുമോ, ഈജിപ്തിൻ്റെ തലസ്ഥാന നഗരിയാകുന്ന കൈറോ പട്ടണത്തിൽ 25 കിലോമീറ്ററാണ് മക്ബറ. 25 കിലോമീറ്ററാണ് മക്ബറ. മദീനത്തുൽ മൗത്ത, മരിച്ചു കിടക്കുന്നവരെ പട്ടണം എന്നാണ് അങ്ങോട്ട് പറയാം. നഫീസത്തുൽ മിസ്രിയ ബീബി അവിടെയാണ്, ഇമാം ഷാഫി തങ്ങൾ അവിടെയാണ്, ഇമാം മഹല്ലി തങ്ങൾ അവിടെയാണ്, ഇമാം സക്കരിയ അൽ അൻസാരി അവിടെയാണ്. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി നമ്മളെ കിതാബിൽ കാണുന്ന ഒട്ടുമിക്ക മഹാന്മാരും അമ്പിയാക്കളോ, യാ റബ്ബ്, ലോകത്തെ മുഴുവനും ഔലിയാക്കൾ, അമ്പിയാക്കൾ, അവരെ ആദരിച്ചും ബഹുമാനിച്ചും അവരിലൂടെ അള്ളാഹുവിലേക്ക്, കഅബ ശരീഫിലൂടെ അള്ളാഹുവിലേക്ക്, മുത്തുനബിയിലൂടെ അള്ളാഹുവിലേക്ക്, സ്വലാത്തിലൂടെ അള്ളാഹുവിലേക്ക്, ദിക്റിലൂടെ അള്ളാഹുവിലേക്ക്. അതത്രേ അഹ്ലുസുന്നത്തി വൽ ജമാഅ. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്ന ദീനിൽ ഉറച്ചു നിൽക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ സഹോദരിമാരെ, ദിവസവും ഒരല്പമെങ്കിലും ഖുർആൻ ഓതണം. നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതാത്ത ദിവസമുണ്ടാകാൻ പാടില്ല. ഒരു റൂമിലിരുന്നു കൊണ്ട് ഉമ്മ ഓതുന്നു, അപ്പുറത്തെ റൂമിൽ മകൾ ഓതുന്നു, അപ്പുറത്തെ റൂമിൽ മരുമകൾ ഓതുന്നു. അല്ലാ പള്ളിയിലിരുന്നു കൊണ്ട് വാപ്പ ഓതുന്നു. അങ്ങനെ നമ്മുടെ വീടും നമ്മുടെ നാടും ഖുർആൻ്റെ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കണം. എപ്പോൾ ഖുർആൻ ഓതുമ്പോഴും വാപ്പാക്ക് കൂടി നിയ്യത്ത് ചെയ്യാം. എപ്പോൾ ഖുർആൻ ഓതുകളും ഉമ്മാനെ കൂടി മനസ്സിൽ കരുതുക. അങ്ങനെ നമ്മൾ ഓതുന്ന ഖുർആൻ്റെ മിസ്ല് സവാബ് അത് അവർക്ക് കൂടി നിയ്യത്ത് ചെയ്താൽ അല്ലാഹു തആല നമുക്കും പ്രതിഫലം തരും, അവർക്കും പ്രതിഫലം കൊടുക്കും. അങ്ങനെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ചേർത്ത് നിലനിർത്തി തരുമാറാവട്ടെ. മഹാന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ച കാര്യം, നാളെ മഹ്ശറ മുറ്റത്ത് വരുമ്പോൾ അല്ലാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ വമൻ ദക്കറ റബ്ബൽ മുഹൈമീന ഖാലിയാ ഫഫാദത് ലഹു ഐനാഹു ഖൗഫൻ കാലി. നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ നിങ്ങളെ കയ്യിൽ ഒരു മരുന്നുണ്ട്, നിങ്ങളെ ദോഷം പൊറുപ്പിക്കാൻ നിങ്ങളെ കയ്യിൽ ഒരു മരുന്നുണ്ട്, നരകവാതിൽ നിങ്ങളിലേക്ക് തുറക്കാതിരിക്കാൻ നിങ്ങളെ കയ്യിൽ ഒരു മരുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതാണ് ആ മരുന്ന്? ഏതാണ് ആ മരുന്ന്? അല്ലാ എൻ്റെ കൈ പിടിച്ചാൽ ഞാൻ സ്വർഗത്തിലേക്ക് ഉയരും, എന്നെ വിട്ടാൽ ഞാൻ നരകത്തിലേക്ക് വീഴും. നരകത്തിലേക്ക് വീഴാനുള്ള ദുരവസ്ഥ, സ്വർഗം കിട്ടിയാലുള്ള സന്തോഷം, ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാഹുവേ നരകം കാക്കണേ, അല്ലാഹുവേ സ്വർഗം തരണേ എന്ന് പറയുമ്പോൾ അറിയാതെ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീരിങ്ങനെ വരുമ്പോൾ വമൻ ദക്കറ റബ്ബൽ മുഹൈമീന ഖാലിയാ
ഫഫാളത് ലഹു ഐനാഹു ഖൗഫൻ കാലി. ഓ ഉമ്മപങ്ങന്മാരെ, ഫലസ്തീനിൻ്റെ മണ്ണ്, ചരിത്ര ഭൂമി, ബൈത്തുൽ മുഖദ്ദസുള്ള രാജ്യം, ഖുർആൻ 5 സൂറത്തുകളിൽ 5 ആയത്തിൽ പറഞ്ഞ ഭൂമിയാണ്. അല്ലാ ബറക്കത്തുള്ള രാജ്യമെന്ന് ഖുർആൻ പറഞ്ഞ ആരാട്ടിൽ ബഹുമാനപ്പെട്ട ബീവി അല്ലാ എല്ലാവരും ഉറക്കത്തിൻ്റെ മഴക്കത്തിലായി. നിശയുടെ നിദ്രയിൽ ഒരു ഉറുമ്പരിക്കുന്നില്ല, ഒരു ഇല അനങ്ങുന്നില്ല. ആ സമയത്ത് റാബിഅത്തുൽ അദവിയ ബീവി രാത്രി സമയത്ത് എഴുന്നേറ്റ് പടച്ച റബ്ബിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് രാജാതിരാജനായ റബ്ബേ, രാജാക്കന്മാരെ വാതിലടച്ചു, മന്ത്രിമാരെ വാതിലടച്ചു, കച്ചവടക്കാരൻ്റെ വാതിലടച്ചു, ബിസിനസ്സുകാരൻ്റെ വാതിലടച്ചു, സാധാരണക്കാരൻ്റെ വാതിലടച്ചു, ഒരു വാതിലും തുറന്നു കിടക്കുന്നില്ല. രാജാതിരാജനായ ഉടമക്കാരനായ റബ്ബേ, നിന്റെ റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയല്ലേ, നിന്റെ തൗബയുടെ വാതിൽ തുറന്നു കിടക്കുകയല്ലേ, നിന്റെ മഗ്ഫിറത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയല്ലേ. പാപിയായ റാബിയ ഈ പാതിരാക്ക് നിൽക്കുന്നത് നീ കാണുന്നില്ലേ? റാബിഅത്തുൽ അദവിയ പൊട്ടി കരഞ്ഞു. ഉമ്മമാർ, സഹോദരിമാർ, സുഹൃത്തുക്കളെ, നമ്മുടെ റബ്ബിന് മുമ്പിൽ നമുക്ക് കരയണം. നമുക്ക് സ്വർഗം കിട്ടാൻ, നമുക്ക് നരകം കിട്ടാതിരിക്കാൻ, നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതം ഐശ്വര്യമാകാൻ, നമുക്ക് 5 വഖത്ത് നിസ്കാരത്തിന് ഭാഗ്യം ലഭിക്കാൻ, നമുക്ക് ഉലമാഇൻ്റെ പിന്നിൽ നിൽക്കാൻ, നമുക്ക് സാഹോദര്യം നിലനിൽക്കാൻ, നമ്മുടെ രാജ്യത്ത് മതസൗഹാർദ്ദം നിലനിൽക്കാൻ, നമ്മുടെ രാഷ്ട്രം ഐശ്വര്യമാവാൻ, വർഗീയ കലാപം ഇല്ലാതിരിക്കാൻ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കാതിരിക്കാൻ, കുടുംബ വഴക്കുകൾ ഇല്ലാതിരിക്കാൻ, കടബാധ്യത പെരുകി അന്തം വിട്ട് ബേജാറിൽ പെടാതിരിക്കാൻ എത്ര ആവശ്യങ്ങൾ റബ്ബിന് മുമ്പിൽ പറയണം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അള്ളാഹ്